വർണ്ണമനോഹരദീപമാ തെളിയുന്നു നിറയുന്നു മനതാരിൽ മധുര സംഗീതമാ JSC Creation JSC Creation JSC Creation. ദൈവത്തിന് സ്തുതി. യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയുടെ അഖിലമലങ്കര സുവിശേഷ മഹായോഗം ഡിസംബർ മാസം 26 മുതൽ 31 തീയതി രാത്രി 12 മണിക്ക് ശേഷമുള്ള വിശുദ്ധ കുർബാനയോടുകൂടെ അവസാനിക്കത്തക്ക വിധത്തിലുള്ള ക്രമീകരണമാണ്. 18 വർഷമായി ഈ യോഗം ആരംഭിച്ചിട്ട് ഇത് 19ാമത്തെ സുവിശേഷ മഹായോഗമാണ് നടത്തപ്പെടുന്നത്. ദൈവത്തിൻ്റെ ജനം സുവിശേഷം കേൾക്കുകയും അതുവഴി പശ്ചാത്താപത്തിലേക്ക് വരികയും കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു എല്ലാവരുടെയും ഹൃദയത്തിൽ വാഴുകയും അതുവഴി സന്തോഷവും സമാധാനവും ദൈവത്തിൻ്റെ ജനം അനുഭവിക്കണം. വ്യക്തികളിൽ കൂടെ ഉണ്ടാകുന്ന മാറ്റം കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ കൂടെ ഉണ്ടാകുന്ന അനുഗ്രഹം ഇടവക സമർത്ഥമായി തീർന്ന് ആത്മീയ കേന്ദ്രങ്ങളായി തീരുകയും സഭ അതുവഴി ദൈനംദിനം വളർത്തപ്പെടുകയും ചെയ്യണം. ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം തിരുവചനത്തിൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ ആകാശം ഭൂമിയിൽ നിന്നുന്നതമായിരിക്കുന്നത് പോലെ എന്ന ആ തിരുവചനം ഈ സഭയിൽ നിറവേറ്റപ്പെടുകയാണ്. പുണ്യശ്ലോകനായ മലങ്കരയുടെ പ്രകാശഗോപുരമായ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ ബാവായുടെ കാലത്താണ് ഈ യോഗം ആരംഭിച്ചത്. അതാത് ദിവസമുള്ള പ്രസംഗങ്ങൾ തൊട്ടടുത്ത് വരുന്ന ദിവസങ്ങളിൽ വിശ്വാസികൾക്ക് ആവർത്തിച്ച് കേൾക്കുന്നതിനും ആസ്വദിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും മുഖാന്തരമായി തീരത്തക്കവണ്ണം ഉള്ള ക്രമീകരണം ഈ CD വഴിയായി ക്രമീകരിക്കുകയാണ്. ഇത് ക്രമീകരിക്കുന്ന തേലക്കാട്ട് ശ്രീമാൻ ബേസിലിനെ, അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുന്ന അനീഷ് തുടങ്ങിയ എല്ലാവരെയും നന്ദിയോടെ സ്മരിക്കുമ്പോൾ തന്നെ ഈ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായി പരിശ്രമിക്കുന്ന എല്ലാവരെയും സഹായിച്ചവരെയും സഹകരിക്കുന്നവരെയും നന്ദിയോടെ സ്മരിച്ച് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. ഇരുളല മൂടുമീ വഴിയോരങ്ങളിൽ മെഴുതിരിനാളമായിടുന്നീശോ. കുളിരലയായി തഴുകുന്നീശോ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. ഈ വർഷത്തെ നമ്മുടെ ചിന്താവിഷയമായി നാം എടുത്തിരിക്കുന്നത്
യെശയ്യാ പ്രവചനത്തിന്റെ 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ പറയുന്നത് പോലെ പ്രകാശത്തിൽ നടക്കാം. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ വിനാശകരമായ ഒരു ലോകവ്യവസ്ഥിതിയെപ്പറ്റി ആംഗലേയ ചിന്തകനായ ബെർട്രാൻഡ് റസ്സൽ പ്രവചിക്കുകയുണ്ടായി. 2-ാം ലോകമഹായുദ്ധമെന്ന ഭീകര സംഭവവുമായി ചിലർ അതൊരു ദർശനമായി കാണുന്നു. 1834 ഹെനെ എന്ന് പറയുന്ന ജർമ്മൻ യുക്തിവാദി യൂറോപ്പിന്റെ നാശത്തെക്കുറിച്ചും അത് വരുത്തിവെക്കുന്നത് ഒരു മൃഗമായിരിക്കുമെന്നും പറയുകയുണ്ടായി. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഭീകരനായ ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ മനുഷ്യനിലൂടെ ഹെനെയുടെ പ്രവചനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് ചില ആളുകൾ വ്യാഖ്യാനിക്കുകയുണ്ടായി. പ്രവചനങ്ങളും ദർശനങ്ങളും എല്ലാം ഈ കാലഘട്ടത്തിലും വ്യാഖ്യാനിക്കപ്പെടുകയും അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നുവെങ്കിൽ പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണം കർത്താവായ യേശു തമ്പുരാനോടുകൂടെ നിറവേറ്റപ്പെട്ടു എന്ന് നാം വിശ്വസിക്കുകയാണ്. ദൈവത്തിന്റെ അരുളപ്പാടുകൾ സമൂഹത്തിനു വേണ്ടി സ്വീകരിച്ച് നൽകുന്ന വ്യക്തികളെ പഴയ നിയമ പ്രവാചകന്മാരെന്ന് എണ്ണുമ്പോൾ ലിഖിതാക്കളായ പ്രവാചകന്മാരും ലിഖിതാക്കൾ അല്ലാത്ത പ്രവാചകന്മാരെന്ന് 2 ഗണങ്ങളുണ്ട്. പ്രവാചക സന്ദേശം കഷായം പോലെയാണ്. കഷായം കുടിക്കുവാൻ കയ്പാണ്, എന്നാൽ അത് സൗഖ്യദായകമാണ്. പ്രവാചക സന്ദേശം മനുഷ്യ ഹൃദയങ്ങൾക്ക് അത് കേൾക്കുന്നവന് പലപ്പോഴും അരോചകമാണ്, എന്നാൽ അതിലൂടെ രക്ഷയുടെ സന്ദേശം മനുഷ്യന് നൽകപ്പെടുകയാണ് ചെയ്യുന്നത്. 8-ാം നൂറ്റാണ്ട് BC 8-ാം നൂറ്റാണ്ട് എന്ന് പറയുന്നത് പ്രവാചക കാലഘട്ടത്തിന്റെ നിർണായകമായ നാളുകളായിരുന്നു. അതിൽ അഗ്രഗണ്യനായിരുന്നു യെശയ്യാവ്. യെശയ്യാവിന്റെ പ്രവചനം ഈ രാത്രികാലം പ്രകാശത്തിൽ നടപ്പിനെന്ന് പറയുമ്പോൾ, നടക്കാമെന്ന് പറയുമ്പോൾ ക്രിസ്തുവിന് മുൻപുള്ളതായ 800 വർഷങ്ങൾക്ക് മുൻപുള്ള ഇസ്രായേലിനോടുള്ള സന്ദേശം എന്നതുപോലെ ഈ രാത്രികാലം ആ പ്രവാചക ശബ്ദത്തിന്റെ ശ്രോതാക്കൾ ഞാനും നിങ്ങളുമാണെന്ന ബോധ്യത്തോടുകൂടെ നമുക്ക് ഈ രാത്രികാലം എന്താണ് പ്രവാചകൻ വെളിച്ചത്തിൽ നടക്കുവാൻ പറയുമ്പോൾ ആഗ്രഹിക്കുന്നതും ഉദ്ദേശിക്കുന്നതുമെന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. ക്രിസ്തുമസിന്റെ നാളുകളിൽ ഇത്രമാത്രം ഉദ്ധരിക്കപ്പെട്ടതായ വേറെ പ്രവചനം ഉണ്ടാവുകയില്ല. യെശയ്യാവ് 7:14 കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കുമെന്നുള്ള പ്രവചനം അത് കർത്താവായ യേശു തമ്പുരാനെ സൂചിപ്പിക്കുന്നതായിരുന്നുവെന്ന് വ്യാഖ്യാനിക്കുമ്പോൾ ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി അതിനെ കാണുമ്പോൾ യെശയ്യാ പ്രവാചകനാണ് ഈ നാളുകളിൽ ഏറ്റവും കൂടുതൽ വ്യാഖ്യാനിക്കപ്പെട്ടത്. കർത്താവിന്റെ കഷ്ടപ്പെടുന്ന ദാസൻ 52-ാം അധ്യായത്തിൽ പ്രതാപവാനായ ഒരു മെശിഹായെ പ്രതീക്ഷിച്ചിരുന്ന ഒരു ജനസമൂഹത്തിലേക്ക് കഷ്ടതകളും യാതനകളും അനുഭവിച്ച് ആ യാതനയിലൂടെ മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ കടന്നു വന്ന മെശിഹാ തമ്പുരാനെ പലർക്കും ഒരു മെശിഹായായി കാണുവാൻ സാധിക്കാതിരുന്നപ്പോഴും ആ കഷ്ടപ്പെടുന്ന യഹോവയുടെ ദാസന്റെ ചിത്രം 800 വർഷങ്ങൾക്ക് മുൻപേ വരച്ചു കാട്ടിയ പ്രവാചകൻ ദൈവസ്നേഹത്തെ ഇത്രമാത്രം അതുല്യമായ രീതിയിൽ പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഞാൻ ഉപേക്ഷിക്കുകയില്ല എന്ന ദൈവസ്നേഹത്തെ ഉദാത്തമായി ചിത്രീകരിച്ച് 49-ാം അധ്യായത്തിലൂടെ ഈ സമൂഹത്തിന്, ലോകത്തിന് ദൈവീക സ്നേഹത്തിന്റെ ചിത്രം കാണിച്ചു തന്ന പ്രവാചകൻ BC 750-നും 700-നും ഇടയിൽ യെരൂശലേമിൽ പ്രവചിച്ച യെശയ്യാവ്. ആ യെശയ്യാവ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ യിഷ്യാഹു എന്ന് പറയുന്ന 2 എബ്രായ പദങ്ങൾ യഹോവ രക്ഷയാണ്. യഹോവയാണ് രക്ഷ. രക്ഷകനായ ദൈവത്തിൽ ആശ്രയിക്കുക, അവനിൽ നടക്കുക, ജീവിതം അവനിൽ ആഘോഷമാക്കുക. ഇതാണ് പ്രവാചക സന്ദേശത്തിന്റെ രത്നചുരുക്കമെന്ന് പറയുന്നത്. ചാവുകടലിനടുത്ത് കുമ്രാൻ ഗുഹകളിൽ നിന്ന് യെരൂശലേമിൽ, ഇസ്രായേലിൽ ഇപ്പോൾ സഹബാവായുടെ കൂടെയൊക്കെ അനേക ആളുകൾ നമ്മുടെ സഭയിൽ നിന്ന് പോയിട്ടുണ്ട്. ചാവുകടലിന് സമീപത്തായി കുമ്രാൻ ഗുഹകളിൽ നിന്ന് കണ്ടെടുത്ത ആ ചുരുളുകളിൽ യെശയ്യാ പ്രവചനം മുഴുവനായും തന്നെ ലഭിച്ചിരുന്നു. പരിശുദ്ധ സഭയുടെ സാമുവേൽ അത്താനാസ്യോസ് തിരുമേനിക്കാണ് ലഭിച്ചത്. അത് പിന്നീട് ഇപ്പോൾ അത് ഇസ്രായേലിലെ മ്യൂസിയത്തിൽ അത് സൂക്ഷിച്ചിരിക്കുന്നു. പ്രവചനത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും
ആ കൈയെഴുത്ത് പ്രതികൾ ലഭ്യമായ ആ വലിയ പ്രവാചക പുസ്തകം, അതാണ് നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായിരിക്കുന്നത്. ഇസ്രായേലിന്റെ ചരിത്രത്തിലെ 3 നൂറ്റാണ്ടുകളുടെ സംഭവമാണ് പ്രവചനത്തിൽ നാം കാണുന്നത്. യഹൂദിയായിലെ 4 രാജാക്കന്മാരുടെ ചരിത്രം, പ്രവാസകാലം, പ്രവാസത്തിന് ശേഷമുള്ള സംഭവങ്ങൾ, ഇങ്ങനെ ആ ഒരു പശ്ചാത്തലം മുഴുവനും വിവരിക്കപ്പെട്ടിരിക്കുമ്പോൾ രാഷ്ട്രീയമായ സംഘർഷങ്ങളുടെ ഒരു കാലമായിരുന്നു. യഹൂദ രാജാവായ ഉസ്സിയാവ് കുഷ്ഠരോഗം പിടിച്ചു മരിച്ചു. പിന്നീട് 16 വർഷം ഭരിച്ച ആഹാസ്, അവന്റെ കാലം എന്ന് പറയുന്നത് തിന്മയുടെ കാലമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. സിറിയയും വടക്കേ സംസ്ഥാനമായ ഇസ്രായേൽ യഹൂദായി ആക്രമിക്കാൻ ഒരുങ്ങുന്നു. യഹൂദ പ്രവാചകന്റെ വാക്കുകൾ മറച്ചുകൊണ്ട് അസീറിയയുടെ സഹായം തേടുന്നു. അസീറിയ ഇസ്രായേലിനെ തകർത്തു, യഹൂദയ്ക്ക് ഭീഷണിയായി മാറുന്നു. രാഷ്ട്രീയമായ അരക്ഷിതാവസ്ഥയും സാമൂഹികമായ തിന്മകളും മതപരമായ അധപ്പതനവും മൂല്യങ്ങളുടെ തകർച്ചയും അതിന്റെ പാരമ്പര്യത്തിലിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നമുക്ക് വെളിച്ചത്തിൽ നടക്കാമെന്ന്. ദൈവജനത്തിന്റെ നാശത്തിന്റെ കാരണങ്ങൾ എന്താണെന്ന് പ്രവാചകൻ 1-2 അധ്യായങ്ങളിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രേഷ്ഠ ബാബാ തിരുമേനി പ്രസംഗം തുടങ്ങിയപ്പോൾ തന്നെ ബാബാ തിരുമേനി കൽപ്പിക്കുകയുണ്ടായി, പ്രകാശത്തിലേക്ക് നടക്കാതിരിക്കുന്നതാണ് ഇന്ന് ലോകത്തിലുള്ളതായ സകല തിന്മകളുടെയും സകല നാശത്തിന്റെയും അടിസ്ഥാനമെന്ന്. ആന്തോട്ടത്തിൽ അച്ഛൻ പ്രസംഗം തുടങ്ങിയപ്പോൾ, ആമുഖം പറഞ്ഞപ്പോൾ അച്ഛൻ പറയുകയുണ്ടായി, വെളിച്ചം എന്താണെന്നും ആ വെളിച്ചത്തെ കുറിച്ചുള്ളതായ അനേക കാര്യങ്ങൾ പറയുകയുണ്ടായി. തുടർന്നുള്ള ദിവസങ്ങളിൽ വെളിച്ചമെന്തെന്നും വെളിച്ചത്തെക്കുറിച്ചും വെളിച്ചത്തിൽ നടക്കുന്നതിനെ കുറിച്ചും തുടർന്നുള്ള പ്രസംഗങ്ങൾ പ്രസംഗിക്കുമെന്നുള്ളതുകൊണ്ട് ഈ രാത്രികാലം എന്താണ് പ്രവാചകൻ അന്ധകാലം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് യെശയ്യാ പ്രവചനത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് ചിന്തിക്കാം. 2-ാം അധ്യായം 5-ാം വാക്യം, നമുക്ക് വെളിച്ചത്തിൽ നടക്കാം. ആ പ്രഖ്യാപനം തന്നെ സൂചിപ്പിക്കുന്നത് നാം ഇപ്പോൾ വേറെ എവിടെയോ ആണെന്നാണ്. ഇസ്രായേലിനോടുള്ള സന്ദേശം ഇന്ന് ആധുനിക സമൂഹത്തിലും അതുകൊണ്ടാണ് ആ സന്ദേശം നമുക്കുള്ളതാണെന്ന് ഞാൻ പറയുന്നത്. എന്താണ് വെളിച്ചമെന്ന് അവസാന ഭാഗത്ത് നമുക്ക് കാണാം. ഇരുള് സമൂഹത്തെയും മതങ്ങളെയും മനുഷ്യന്റെ സമസ്ത ജീവിത മണ്ഡലങ്ങളെയും ഗ്രസിച്ചിരിക്കുന്ന അവസ്ഥ. ഇരുളിൽ നടക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ അപകടത്തിൽ ചാടും. ക്രിസ്തുമസിന്റെ നാളുകളായിരുന്നല്ലോ. ക്രിസ്തുമസ് കരോള് പാടി മിക്കവാറും നമ്മുടെ പള്ളികളിൽ നിന്ന്, നമ്മുടെ ഇടവകകളിൽ നിന്ന് ഭവനങ്ങൾ തോറും കയറി ഇറങ്ങി ആ ക്രിസ്തുമസ് ഗാനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുവാൻ പോയിട്ടുണ്ട്. പലപ്പോഴും ഈ ക്രിസ്തുമസ് പാടിപ്പോകുമ്പോൾ സംഭവിക്കുന്ന ഒരു അബദ്ധം എന്ന് പറയുന്നത്, ഒരു ഗ്യാസ് ലൈറ്റ് പിടിച്ചുകൊണ്ട് ആരെങ്കിലും അതിന്റെ മുന്നേ നടക്കും ഈ ക്രിസ്തുമസ് ഗ്രൂപ്പിനെ അല്ലെങ്കിൽ കാരൽ ഗ്രൂപ്പിനെ നയിക്കാൻ വേണ്ടിയിട്ട്. ഒരു വീട്ടിൽ നിന്ന് വേറെ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് ചില വിദ്വാൻമാർ ഒരു കാര്യം ചെയ്യും, അതിലല്പം വളഞ്ഞു പോകേണ്ടതായ സന്ദർഭങ്ങളാണെങ്കിൽ ഒരു പറമ്പിന്റെ മറുവശത്താണ് മറ്റേ വീടെങ്കിൽ ഈ വെളിച്ചത്തിന്റെ കൂടെ നടക്കാതെ ആ പറമ്പ് വട്ടം ചാടി കിടക്കാൻ നോക്കും. പക്ഷെ പലപ്പോഴും കുറെ സമയം കഴിയുമ്പോ അയലക്കത്തെ വീട്ടിലെ ചാണകക്കുഴിയിൽ നിന്നായിരിക്കും ഇവന്റെ ക്രിസ്തുമസ് പാട്ട് പിന്നെ കേൾക്കുന്നത്. ആ ഇരുളിലൂടെ മറുവീട്ടിലേക്ക് ഓടുന്ന പലരും ചിലപ്പോ വീഴുന്നത് അവിടെയായിരിക്കും. അന്ധകാരത്തിൽ ചരിക്കുന്നവൻ അപകടത്തിലേക്ക് നീങ്ങുകയാണ്. ഇരുളിൽ നയിക്കുന്നവന് നടക്കുന്നവന് ദർശനമില്ല, ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയില്ല. കൂടെയുള്ളവരെയും അവന് ലക്ഷ്യത്തിലേക്ക് നയിക്കുവാൻ സാധിക്കുകയില്ല. ഈ ഇരുളെന്താണെന്ന് 1-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ 1-ാം അധ്യായത്തിന്റെ 2 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ, 2-ാം അധ്യായത്തിന്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചകൻ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ഒരു വിലാപത്തിലൂടെ അത് തുടങ്ങുകയാണ്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക, ഞാൻ മക്കളെ പോറ്റി വളർത്തി, എന്നാൽ അവർ എന്നോട് മത്സരിക്കുന്നു. കാളവന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനന്റെ പുൽത്തൊട്ടിയും അറിയുന്നു, എന്റെ ജനമോ അറിയുന്നില്ല. തന്റെ മക്കളെ കുറിച്ചുള്ളതായ ഒരു സ്നേഹപിതാവിന്റെ വിലാപ ശബ്ദം 1:29 മുഴങ്ങുകയാണ്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോഴാണ് എന്താണ് ദൈവത്തിന്റെ വിലാപത്തിന്റെ
അടിസ്ഥാനമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യഹോവയായ ദൈവം ഇസ്രായേലുമായി ഉടമ്പടി ഉണ്ടാക്കി. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാമുമായി ദൈവം ഒരു ഉടമ്പടി ഉണ്ടാക്കി. പുറപ്പാട് 24-ാം അധ്യായത്തിൽ ഇസ്രായേൽ ജനതയുമായി ഉടമ്പടി ഉണ്ടാക്കി. ഈ ഉടമ്പടിയിൽ യഹോവയായ ദൈവം ഇസ്രായേലിന്റെ ദൈവമായിരിക്കുമെന്നും ആ ജനം ദൈവത്തിന്റെ ജനമായിരിക്കുമെന്നും ഒരു ഉടമ്പടി ബന്ധമാണ് അവിടെ നടക്കുന്നത്. നിങ്ങൾ എന്റെ സ്വന്തം ജനം, ഞാൻ നിങ്ങളുടെ ദൈവം. ആ ദൈവത്തിന്റെ ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ അടിമത്വത്തിൽ നിന്നുള്ള മോചനം അവർക്ക് നൽകി. രാവും പകലും അവരെ കരുതലോടെ ദൈവം വഴി നടത്തി. ശത്രുക്കളിൽ നിന്ന് അവരെ രക്ഷിച്ചു. വാഗ്ദത്തദേശത്തേക്ക് അവരെ കൊണ്ടുവന്നു. എന്നാൽ ആ ദൈവത്തെ ഇസ്രായേൽ മറന്നിരിക്കുന്നു. പ്രവാചകനിലൂടെ ആ വാക്യം തുടങ്ങുന്നത് ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. അനുഗ്രഹിക്കപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം ആകാശത്തെയും ഭൂമിയെയും വിളിക്കുന്നത്? യഹോവയായ ദൈവം ഈ ഉടമ്പടി നിർവഹിക്കുമ്പോൾ നമുക്കറിയാം, സാധാരണ ഏതൊരു ഉടമ്പടിയിലും സാക്ഷികളുണ്ട്. ഇവിടെ വ്യവഹാരത്തിനായി ദൈവം ഒരുങ്ങുകയാണ്. ദൈവം ഇസ്രായേലും തന്റെ മക്കളുമായി ഉടമ്പടി ചെയ്യുമ്പോൾ അതിന് സാക്ഷ്യം വഹിച്ചത് ആകാശവും ഭൂമിയുമാണ്. ആ സാക്ഷികളെയാണ് ഇപ്പോൾ ഈ മക്കളെ വ്യവഹാരത്തിനായി ദൈവം വിളിക്കുന്നു. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക എന്ന് പറഞ്ഞ് ആ ഉടമ്പടിയെ കുറിച്ച് അതിന്റെ വ്യവഹാരത്തിന് ദൈവം ഒരുങ്ങുകയാണ്. ഈ ഉടമ്പടി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരു ഉടമ്പടിയുടെ അടിസ്ഥാന പ്രമാണം വിശ്വസ്തതയാണ്. ദൈവം വിശ്വസ്തനാണ്. ആ ഉടമ്പടിയിൽ പങ്കാളിയായിരിക്കുന്ന മറുകക്ഷിയാണ് അവിശ്വസ്തത കാണിച്ചിരിക്കുന്നത്. ഈ അവിശ്വസ്തത അവസാനിപ്പിച്ചില്ലെങ്കിൽ ശിക്ഷാവധി നിങ്ങളുടെ മേൽ വരുമെന്ന് പ്രവാചകനിലൂടെ ദൈവം അരുളി ചെയ്യുകയാണ്. ആ ഉടമ്പടിയുടെ പരമപ്രധാനമായ ഒന്നാണ് യഹോവയായ ദൈവത്തെ മാത്രം ആരാധിക്കുക. എന്നാൽ ഇസ്രായേൽ പൂജാഗിരികളിൽ വിജാതീയരെ പോലെ ആരാധന ആരംഭിക്കുന്നു. വെട്ടുകല്ലുകളും കൽത്തൂണുകളും നാട്ടി എണ്ണയോ മൃഗങ്ങളുടെ രക്തമോ അതിലൊഴിച്ച് ആരാധിക്കുന്നു. ദൈവത്തിനു പകരം കല്ലും നീരോയുമെല്ലാം ആരാധനാമൂർത്തികളായി മാറുന്നതാണ് എസെക്കിയേൽ പ്രവചനത്തിൽ 20-ാം അധ്യായത്തിൽ നാം കാണുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയായ ദൈവവുമായി ഉടമ്പടി ഉണ്ടാക്കിയ ആ ഇസ്രായേൽ ജനത ദൈവത്തെ ഉപേക്ഷിച്ച് വിഗ്രഹങ്ങളെ ആരാധിക്കുവാൻ പോകുന്നുവെങ്കിൽ ആധുനിക മനുഷ്യന്റെ വിഗ്രഹങ്ങൾ ഇന്ന് കല്ലും മണ്ണും ആകണമെന്നില്ല. ഇന്ന് ആധുനിക മനുഷ്യനുണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ദൈവത്തെക്കാൾ ഉപരിയായി ആ ദൈവങ്ങൾ ഉണ്ടാകുന്നു. സെൽഫ് മെയ്ഡ് ഐഡൽസ്. പണത്തിനും സ്ഥാനമാനങ്ങൾക്കും അധികാരത്തെയും ദൈവത്തിന്റെ സ്ഥാനത്ത് നിർത്തി പൂജിക്കുന്ന ആധുനിക മനുഷ്യനെന്ന് ആ ദൈവത്തെ ആരാധിക്കേണ്ടതിന് പകരം ജീവിതത്തിന്റെ കേന്ദ്രമായി ഈ ഘടകങ്ങളെല്ലാം വിഗ്രഹങ്ങളായി മാറുകയാണ്. ദൈവത്തെ ആധാരമാക്കാതെ, ദൈവത്തെ കേന്ദ്രമാക്കാതെ, ദൈവത്തെ ആരാധനാമൂർത്തിയാക്കാതെ എന്തെല്ലാം അധികാരങ്ങളും എന്തെല്ലാം വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയാലും അത് തകർന്നു വീഴും. 2001 സെപ്റ്റംബർ മാസം 11-ാം തീയതി അമേരിക്കയിൽ സംഭവിച്ചത് ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ഒരു നടുക്കമായിരുന്നു. ആ സംഭവത്തെ അതിന്റെ പാരമ്പര്യയിൽ നിന്നുകൊണ്ട് അപലപിക്കുമ്പോൾ തന്നെ അതിന് മുൻപുള്ളതായ ചില സംഗതികൾ, ഈ അടുത്ത നാളുകളിൽ സംഭവിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ തന്നെ നമുക്ക് വേദനകൾ ഉണ്ടാക്കുമ്പോൾ തന്നെ അമേരിക്കയിൽ ഒരു ചിന്താഗതി ഉണ്ടായിരുന്നു, ലോകത്തൊരു ശക്തിക്കും ഞങ്ങളെ തൊടാൻ കഴിയില്ല. ദൈവത്തിന് ഉപരിയായിട്ടുള്ളതായ ഒരു സുരക്ഷിത മണ്ഡലം അവർ പ്രഖ്യാപിക്കുകയാണ്. ഞങ്ങളുടെ ഒരു പൗരനെ പോലും തൊടാൻ സാധിക്കാത്ത രീതിയിൽ അത്രമാത്രം സുരക്ഷിതമായ കേന്ദ്രങ്ങളാണ് ഞങ്ങൾക്കുള്ളതെന്ന് ചിന്തിക്കുമ്പോൾ ആ മൂക്കിൽ തന്നെ സുരക്ഷാ മണ്ഡലങ്ങളെല്ലാം തകർന്നു വീഴുകയാണ്. മനുഷ്യനുണ്ടാക്കിയതിൽ ഒരിക്കൽ പോലും തകരില്ല എന്ന് ചിന്തിച്ച് 2000 പേരെയും കൊണ്ട് 1921 ഏപ്രിൽ മാസം 14-ാം തീയതി ന്യൂയോർക്കിലേക്ക് യാത്ര പുറപ്പെട്ട ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ, അതിന്റെ പരീക്ഷണമെല്ലാം കഴിഞ്ഞ് ഒരു ശക്തിക്കും ഈ കപ്പലിനെ തകർക്കാൻ സാധിക്കുകയില്ല എന്ന പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ ആ കടലിലൂടെ നീങ്ങിയ കപ്പൽ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അത് തകർന്ന് തരിപ്പണമായി മാറുകയാണ്. മനുഷ്യനിർമ്മിതങ്ങളായ വിഗ്രഹങ്ങൾ ദൈവത്തിന് പകരമായി, ദൈവത്തെ ആരാധിക്കുന്നതിന് പകരമായി, ദൈവം കേന്ദ്രമാക്കേണ്ടതിന് പകരമായി
എന്തെല്ലാം വിഗ്രഹങ്ങൾ ആധുനിക മനുഷ്യനുണ്ടാക്കിയാലും അത് തകർന്നു വീഴുമെന്ന് പ്രവാചക ഗ്രന്ഥത്തിൽ നിന്ന് നാം പഠിക്കേണ്ടിയിരിക്കുന്നു. പഴയ ഇസ്രായേലുമായി ദൈവം ഉടമ്പടി ഉണ്ടാക്കി. ആ ഉടമ്പടിയുടെ മറ്റൊരു മുഖം നാം പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം കാണുന്നു. യഹോവയായ ദൈവം പഴയ നിയമ ഇസ്രായേലുമായി ഉടമ്പടി ഉണ്ടാക്കിയെങ്കിൽ ഇന്ന് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആ ഉടമ്പടിയുടെ പങ്കാളി ആരാണെന്ന്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നുവെന്ന് പറയുമ്പോൾ കർത്താവിന്റെ തിരുരക്തത്തിലൂടെ ആ ഉടമ്പടി ഉണ്ടാക്കുകയാണ്. വിശുദ്ധ മാമോദീസായിലൂടെ ആ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്ന ഓരോ വ്യക്തിയുമാണ്. മാമോദീസ നടക്കുമ്പോ കൊച്ചുങ്ങൾ പലപ്പോഴും കേൾക്കില്ലെങ്കിലും ഈ തലതൊടുന്നയാളും മാതാപിതാക്കളും അത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടവരാണ്. അവിടെ കാണുന്ന ഒന്ന്, മാമോദീസ മുങ്ങുന്ന ഇന്നയാളാകുന്ന ഞാൻ മിശിഹാ തമ്പുരാനെ സ്വീകരിക്കുന്നു. സത്യം. പിശാചിനെയും അവന്റെ മാർഗങ്ങളെയും തന്ത്രങ്ങളെയും ഞാൻ ഉപേക്ഷിക്കുന്നു. സത്യം. സത്യം ചെയ്ത് സ്വീകരിക്കുകയാണ്. മാത്രമല്ല, ആ ഉടമ്പടിയിൽ ദൈവവുമായി ഞാൻ എന്റെ കർത്താവെ നിനക്ക് വേണ്ടി നിന്റേതായി ഞാൻ ജീവിച്ചു കൊള്ളാമെന്ന് ഉടമ്പടി എടുക്കുമ്പോൾ ആ ഉടമ്പടിയിൽ ഒരു മുദ്രണം നടക്കുന്നുണ്ട്. വിശുദ്ധ പൂർവ്വനാൽ പരിശുദ്ധാത്മാവിന്റെ മുദ്രണം എന്നാ പറയുന്നത്. ആ മുദ്ര എന്ന് പറയുന്നത് നമുക്കറിയാം. ആ അങ്കമാലിയിൽ നിന്ന് തൃശൂർക്ക് പോകുമ്പോൾ വഴിയരികത്ത് അനേക വൃക്ഷങ്ങൾ നിൽക്കുന്നുണ്ട്. ആ മരങ്ങളിലൊക്കെ സർക്കാരിന്റെ സീലടിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലാണെങ്കിലും 1-ാം നൂറ്റാണ്ടിലും അടിമത്തം നിലനിർത്തുകൊണ്ടിരുന്നപ്പോൾ അടിമകളുടെ മേൽ മുദ്രയടിക്കുമായിരുന്നു. അതുകൊണ്ട് ഒരു അപ്പോസ്തലൻ എന്റെ മേൽ ക്രിസ്തുവിന്റെ ചൂടടയാളം ഞാൻ ധരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ മുദ്ര എന്ന് പറയുന്ന ആരുടെ മുദ്രയാണോ അവന്റെ അവകാശമാണ് ആ മുദ്രയടിക്കപ്പെടുന്ന വ്യക്തി. വിശുദ്ധ മാമോദീസായിലൂടെ പരിശുദ്ധാത്മാവിന്റെ മുദ്രണം നൽകി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊണ്ട് വിശുദ്ധീകരിച്ച് അവന്റെ മന്ദിരങ്ങളാക്കി എന്നെയും നിങ്ങളെയും മാറ്റി ആ ഉടമ്പടിയിൽ നിന്നായിരിക്കുമ്പോൾ ഇന്ന് നമ്മുടെ ക്രൈസ്തവ ജീവിതം എവിടെയാണ്? ഒരു പള്ളി പണിത് കഴിഞ്ഞാൽ അതിന്റെ മൂറോങ്കുദാശ നടത്തും. ആ മൂറോങ്കുദാശ നടത്തി കഴിഞ്ഞാൽ അത് ദൈവത്തിന്റെ വിശുദ്ധമായ മന്ദിരമാണ്. ഇതുപോലെ തന്നെ വിശുദ്ധ മൂറോനാൽ അഭിഷേകം ചെയ്യപ്പെട്ട് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങൾ എന്ന് പറയുമ്പോൾ ആ ദൈവത്തിന്റെ മന്ദിരങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ പുറപ്പെടേണ്ട എന്റെയും നിങ്ങളുടെയും ദൈവവുമായുള്ള ഉടമ്പടി ബന്ധം എവിടെയാണെന്ന് മനസ്സിലാക്കണം. ഈ ഉടമ്പടിയുടെ മറ്റൊരു തലമാണ് നമ്മുടെ കുടുംബങ്ങൾ. ഒരു കുടുംബ ബന്ധം, ഭാര്യഭർത്തൃബന്ധം എന്ന് പറയുന്നത് ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ആ ഉടമ്പടിയിൽ സ്ത്രീയും പുരുഷനും മാത്രമല്ല പങ്കാളികൾ, ദൈവവും കൂടെ പങ്കാളിയാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജീവിതകാലം മുഴുവനും സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഞങ്ങളത് പങ്കുവച്ച് ജീവിച്ചു കൊള്ളാം ദൈവസന്നിധിയിൽ പ്രതിജ്ഞയെടുക്കുന്നു. ഏതാനും നാളുകൾക്ക് മുൻപ് ഞാൻ ജർമ്മനിയിൽ ചെന്നപ്പോൾ ഒരു കുടുംബത്തിൽ സന്ദർശിക്കുവാനിടയായി. ജർമ്മൻകാരുടെ കുടുംബമാണ്. പലപ്പോഴും നമ്മളൊക്കെ പാശ്ചാത്യരെ കുറിച്ച് ചിന്തിക്കുന്നത് കുടുംബ ബന്ധങ്ങളോ മൂല്യങ്ങളോ ഇല്ലാത്ത എന്ന് പറയുന്ന ഒരു സമൂഹത്തെ, ആ ഒരു കുടുംബത്തെ സന്ദർശിച്ചപ്പോൾ 19 വർഷക്കാലമായി ഒരു വാഹനാപകടത്തിൽ പെട്ട് ശരീരം മുഴുവനും തളർന്നു കിടക്കുന്ന ഭർത്താവ്, മന്ദബുദ്ധിയായി യാതൊന്നും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ഒരു കുഞ്ഞ്, വേറൊരു പെൺകുട്ടിയുമുണ്ട് ആ കുടുംബത്തിൽ. ആ ഭർത്താവിനെയും കുഞ്ഞിനെയും പരിചരിച്ച് ചില സന്ദർഭങ്ങളിലെല്ലാം ആ മനുഷ്യൻ ഉന്നതമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ ശരീരം അണക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ വയ്യ, മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കണം. ആ മനുഷ്യൻ, ഈ സ്ത്രീ പലപ്പോഴും ആ മനുഷ്യനെ വളരെ സ്നേഹത്തോടെ പരിചരിക്കുമ്പോഴും ഇവരെ ചീത്ത പറയുകയും അവന്റെ ഉള്ളിലെ ദേഷ്യം മുഴുവനും ഈ സ്ത്രീയോട് തീർക്കുകയും ചെയ്യുകയാണ്. ആ സ്ത്രീ അവിടെ ചെന്ന് ഞാൻ കണ്ടപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ബിഷപ്പ്, പല ആളുകളും എന്നോട് പറഞ്ഞു, ഇവരെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ കൊണ്ടുവന്നാക്കാൻ വയ്യേ, നിനക്ക് സ്വസ്ഥമായി വേറൊരു ജീവിതം പാടില്ലേ എന്ന് ചോദിച്ചു. ആ സ്ത്രീ പറയുകയായിരുന്നു, ഞാൻ ദൈവത്തിന് മുൻപാകെ ഈ മനുഷ്യനുമായി ഉടമ്പടി നടത്തിയതാണ്.
സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും, സന്തോഷമാണെങ്കിലും ദുഃഖമാണെങ്കിലും ജീവിതാന്ത്യം വരെയും ഞങ്ങൾ പങ്കുവെച്ചുകൊള്ളാമെന്ന് ദൈവത്തിന് മുൻപാകെ ഞാൻ സത്യം ചെയ്തു പോയില്ലേ? ഈ മനുഷ്യന്റെ ഈ നിസ്സഹായ അവസ്ഥയിൽ, അവന്റെ വേദനയിൽ ഇവനെ ഇട്ടിട്ട് ഞാൻ എവിടെ പോകും? അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉടമ്പടിയുടെ ബോധ്യത്തെക്കുറിച്ച് ആ സ്ത്രീയുടെ വാക്കുകളിൽ എന്നെ ഒത്തിരി സ്വാധീനിച്ച, എന്നെ ഒത്തിരി സ്പർശിച്ച ഒരു സംഭവമായിരുന്നു. ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കുടുംബ ബന്ധങ്ങൾ എവിടെ എത്തിയിരിക്കുന്നുവെന്ന്. സമയപരിമിതി കൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. മക്കൾ ദൈവം തരുന്ന ദാനങ്ങളാണ്. ജീവൻ നൽകുന്ന ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനോട് മാതാപിതാക്കൾ ദൈവസന്നിധിയിൽ ഉടമ്പടികൾ നടത്തുകയാണ്. ഇവളെ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നത് പോലെ ദൈവമേ, നീ തന്ന ഈ ദാനമായ ഈ ജീവനെ ഞാൻ പരിപാലിച്ചു കൊള്ളാമെന്ന് പലപ്പോഴും വാഗ്ദാനം കൊടുത്തിട്ട് ആ കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ എന്ത് മാതൃകയായ ഉത്തരവാദിത്തോടെയാണ് മാതാപിതാക്കൾ ജീവിക്കുന്നത്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു വീട്ടിൽ ചെന്നപ്പോ ആ വീട്ടില് 3 കുഞ്ഞുങ്ങളാണ്. ഇളയ പെൺകുട്ടി 5 വയസ്സ് കഷ്ടിക. അവര് VBS പങ്കെടുത്തിട്ട് വരികയായിരുന്നു. ആ കൊച്ചുങ്ങൾ വൈകുന്നേരം അവിടെ വന്നു കഴിഞ്ഞപ്പോ ആ കുഞ്ഞുങ്ങളോട് ഞാൻ ചോദിച്ചു, മക്കളെ, ഇന്ന് എന്താണ് നിങ്ങൾ VBS പോയിട്ട് പഠിച്ചതെന്ന് ചോദിച്ചു. ഉടനെ ആ ഇളയ കുഞ്ഞ് പറഞ്ഞു, മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെന്ന് പഠിച്ചു. ഞാൻ അതിനോട് ആഡ് ചെയ്ത് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞത്, അപ്പനും അമ്മയാണ് നിങ്ങളുടെ കാണപ്പെട്ട ദൈവം എന്ന് പറഞ്ഞ ആ കുഞ്ഞിന് കുറെ ഉപദേശം ഞാനും കൊടുത്തു. അതിന് ഒരുവിധം നല്ല രീതിയിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ 5 വയസ്സുള്ള കൊച്ച് എന്നോടൊരു ചോദ്യം ചോദിച്ചു. തിരുമേനി പറഞ്ഞല്ലോ മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദൈവം ബിയർ കുടിക്കുമോ തിരുമേനി? ഈ കൊച്ചു ചോദിച്ച ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം ബിയർ കുടിക്കുമോ? ആ അപ്പൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഇതുപോലെ ഒരു അടി വേറെ ഒരിടത്തും കിട്ടിയിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. ആ മനുഷ്യനൊന്നും കൊണ്ടാതെ വിളറി വെളുത്തവിടെ ഇരുന്നു. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതം കാണുകയാണ്. കുഞ്ഞുങ്ങൾ നിങ്ങളെ അനുകരിക്കുകയാണ്. ദൈവത്തിന്റെ കാണപ്പെട്ട മുഖം മാതാപിതാക്കളോട് ദർശിക്കുവാൻ ഉടമ്പടിയിലൂടെ ദൈവമാക്കി വച്ചിരിക്കുമ്പോൾ കുടുംബങ്ങളിൽ മാതാപിതാക്കൾക്ക് പറയാൻ സാധിക്കുമോ, മക്കളെ, ഞങ്ങളാണ് കാണപ്പെട്ട ദൈവങ്ങളെന്ന്? അതുപോലെ തന്നെ ഇതിന്റെ മറുവശം, ജീവൻ തന്ന് തങ്ങളെ വളർത്തി വലുതാക്കുന്ന മാതാപിതാക്കളോട് മക്കൾക്കുള്ള ഉടമ്പടി ബന്ധമുണ്ട്. പല മാതാപിതാക്കളും തങ്ങളുടെ മക്കൾക്ക് വേണ്ടി, മലയാളിയെ സംബന്ധിച്ച് പ്രത്യേകിച്ച്, അവൻ ജീവിക്കുന്ന അവന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അത് സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും ഈ മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. അനേക കുടുംബങ്ങളിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നവർ നിനക്ക് ദീർഘായുസ്സുണ്ടാകുമെന്ന കൽപ്പന ലഭിച്ചുകൊണ്ട് വളർന്നു വലുതായി സ്ഥാനമാനങ്ങളും ഉന്നതമായ സ്ഥാനങ്ങളും ആരോഗ്യവും ജോലിയുമെല്ലാം ലഭിച്ചു കഴിയുമ്പോൾ തങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട് വളർത്തി ശരീരത്തിലെ മാംസവും ചോരയുമെല്ലാം തങ്ങൾക്ക് വേണ്ടി തന്ന അപ്പനെയും അമ്മയെയും ഇന്ന് പല മക്കളും ഇന്ന് അവഗണിക്കുകയാണ്. കോളേജിലൊക്കെ പഠിക്കുമ്പോ ആളുകൾ പറയാത്ത പിള്ളേരുടെ ഇടയിൽ അപ്പനൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടായി. ചിലർ പറയും മെയിൻ സ്വിച്ച് എന്ന് പറയും. ഈ അപ്പൻ എന്നൊക്കെ പറയാനായിട്ട് പിള്ളേരുടെ ഇടയിലുള്ളതായ ഒരു ടെർമിനോളജിയാണ്. പിന്നെ അത് പറഞ്ഞിട്ട് ഹെഡ് ഓഫീസ് എന്നായി ചില സമയം. പക്ഷെ ഈ സമയത്ത് അടുത്ത കാലത്ത് ഇതെല്ലാം മാറി ഇപ്പൊ പറയുന്നത് ATM എന്നാ പറയുന്നത്. റോഡിന്റെ സൈഡിൽ മുഴുവനും ബാങ്കുകാരുടെ ATM ഉണ്ടല്ലോ, അതിന്റെ അകത്ത് ഇത് കുത്തിയെടുത്താൽ മതി. പൈസ കുത്തിയെടുക്കാനുള്ള ATM ആയിട്ടാണ് ഇന്ന് അപ്പനെയും അമ്മയൊക്കെ പലപ്പോഴും ആളുകൾ കാണുന്നത്. അടുത്ത കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു സ്ത്രീ എന്നോട് പറഞ്ഞു, ഒരു വല്യമ്മ, 4-5 മക്കളുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, അവരുടെ ജീവിതകാലത്ത് സ്വസ്ഥമായി ഒരു നേരം ആഹാരം അവർ കഴിച്ചിട്ടില്ല, ഉള്ളത് മുഴുവനും ഈ മക്കൾക്ക് വേണ്ടി സമ്പാദിച്ചു, വീതം വെച്ചിട്ടൊന്നുമല്ല പോയത്. ഇന്ന് മക്കളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യുന്നത്. അൾസറും ഷുഗറുമെല്ലാം പിടിച്ച് ആ സ്ത്രീ, വൃദ്ധയായ സ്ത്രീ കഷ്ടപ്പെടുകയാണ്. ഒരു മോനോട് മോനെ മരുന്ന് വാങ്ങിച്ചു തരാൻ പറയുമ്പോൾ മറ്റേ മോന്റെ അടുത്ത് പറയാൻ പറയും. ഒരു മകന്റെ വീട്ടിൽ ചെന്ന് കിടന്ന രാത്രി ഈ മകൻ വന്ന് 4 മണിയായപ്പോൾ കട്ടിൽ നിന്ന് ചവിട്ടി താഴെ ചാടിച്ചു എന്ന് പറഞ്ഞു. നേരം വെളുക്കുന്നത് വരെയും വീടിന് പുറത്ത് ആ വൃദ്ധയായ അമ്മ കണ്ണുനീരോടെ ഇരിക്കുന്ന അവസ്ഥ.
നിന്റെ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുവാൻ പറയുമ്പോൾ ആ ഉടമ്പടി ലംഘിക്കുന്നവൻ മനുഷ്യൻ വിതയ്ക്കുന്നത് കൊയ്യും. നിന്റെ മക്കളെ കണ്ടുപഠിക്കുന്നത് നീ കാണിക്കുന്നതാണ്. അനുഗ്രഹിക്കപ്പെട്ടവരെ, യഹോവയുമായുള്ള ബന്ധം, കുടുംബബന്ധങ്ങളിൽ ഭാര്യാഭർത്തൃബന്ധം, മക്കളുമായുള്ള ബന്ധം, മാതാപിതാക്കളുമായുള്ള ബന്ധം, ഈ ഉടമ്പടികളിൽ യഹോവയായ ദൈവം പഠിപ്പിക്കുന്ന ആ മാർഗങ്ങളിലൂടെ ചരിക്കുവാൻ ഇസ്രായേലിലെ ദൈവത്തെ ഉപേക്ഷിച്ച് ഉടമ്പടി ലംഘിച്ചുവെങ്കിൽ ഇന്ന് നാം എവിടെ എത്തിയിരിക്കുന്നു? ഈ ഉടമ്പടി മതപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, സമൂഹത്തില്, രാഷ്ട്രീയ സംഹിതകളില്, വ്യവസ്ഥിതികളില്, സമസ്ത ജീവിത മണ്ഡലങ്ങളിലും ഉണ്ടാകണമെന്ന് പ്രവാചക ശബ്ദം, ദൈവത്തിന്റെ ശബ്ദ പ്രവാചകനിലൂടെ മുഴങ്ങുകയാണ്. പ്രവാചകൻ കാണുന്ന തുറന്നുള്ളതായ അന്ധകാരാവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. സാമൂഹ്യവും ധാർമ്മികവും മതപരവുമായ അധപതനമാണ്. BC 8-ാം നൂറ്റാണ്ടിന് മുൻപ് ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു ആട്ടിടയ സമൂഹമായിരുന്നു. ആദ്യമാദ്യം ചെറിയകിട കർഷകർ ഭൂമിയെ കൈയടക്കി. ഒരു കുടുംബത്തിന് ഒരു തുണ്ട് ഭൂമി എന്നതായിരുന്നു ഓരോ ഇസ്രായേലിന്റെയും സ്വപ്നം എന്ന് പറയുന്നത്, ജീവിതാഭിലാഷം. എന്നാൽ സാമ്പത്തികമായ ഉയർച്ചയും നാഗരികതയും സാമൂഹ്യ ജീവിതത്തിൽ മാറ്റം വരുത്തി. ഇതോടൊപ്പം തന്നെ സാമൂഹ്യ തിന്മകളും വർദ്ധിച്ചു. നാട്ടിലെ സമ്പത്ത് മുഴുവനും സമൂഹത്തിലെ മേലേക്കിടയുള്ള ചിലരുടെ കൈകളിലേക്ക് ഒതുങ്ങി. ഭൂമി വൻകിട ജന്മിമാരുടെ കയ്യിൽ ചെറുകിട കർഷകർ ഭൂരഹിതരായി തീർന്നു. അതാണ് പ്രവാചകന്റെ ഭാഷയിൽ വീടുകൾക്ക് പുറമെ വീടുകളും പാടങ്ങൾക്ക് പുറമെ പാടങ്ങളും ശേഖരിക്കുന്നവരെ കുറിച്ച് പറയുകയാണ്. അടിമത്വം അവിടെ ആരംഭിക്കുകയാണ്. സാധാരണക്കാർ ദരിദ്രനെ ഭൂമിയുടെ പേരിൽ പോലും അവനെ അടിമയാക്കി മാറ്റുകയാണ്. ഇന്ന് കേരളത്തിന്റെ അവസ്ഥയിൽ വ്യത്യസ്തമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഭൂപരിഷ്കരണ നിയമം വരുന്നതിന് മുൻപ് ഭൂമിയുടെ ഭൂരിഭാഗവും അത് ജന്മിമാരുടെ അല്ലെങ്കിൽ ചില ആളുകളുടെ കയ്യിൽ ഒതുങ്ങിയിരുന്നുവെങ്കിൽ അവിടെ കുടിയാന്, അവിടെ കുടികിടക്കുന്നവന് കുടികിടപ്പ് അവകാശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ഇന്നത്തെ ഭൂമാഫിയകൾ കേരളത്തിന്റെ ഈ സമ്പത്തും ഭൂമിയും മുഴുവനും കൈക്കലാക്കി സാധാരണക്കാരന്, പാവപ്പെട്ടവന് ഒരു സെന്റ് സ്ഥലം പോലും വാങ്ങിക്കാൻ സാധിക്കാത്ത രീതിയിൽ ഭൂമാഫിയകൾ ഇന്ന് കേരളം മുഴുവനും വിലസുകയാണ്. അതിന്റെ ഏറ്റവും വലുത് എറണാകുളം ജില്ലയാണെന്നാണ് പറയുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, മധ്യവർത്തികളായിരുന്നുകൊണ്ട് ഭൂമി വാങ്ങിയിട്ട് സാധാരണക്കാരന് വഹിക്കാൻ വയ്യാത്ത രീതിയിൽ ആ ഭൂമിയെ കൈക്കലാക്കുമ്പോൾ ഇന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്ന ആ അവസ്ഥയിൽ നിന്ന് നാം എവിടെയാണെന്ന് ചിന്തിക്കുന്നതായിരിക്കും. 3:12 തുടരുകയാണ്. ഹായന്റെ ജനം, അവർക്കുള്ളതെല്ലാം ചൂഷകർ അപഹരിക്കുന്നു. കടം കൊടുത്തവർ അവരെ ചൂഷണം ചെയ്യുന്നു, കൊള്ള പലിശ വാങ്ങുന്നു. അതുതന്നെയാണ് ആമോസ് പ്രവാചകൻ 2:6-7 വാക്യങ്ങളിൽ പറയുന്നത്. നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ട് ചെരുപ്പിനും വിറ്റുകളയുന്നവരെ എന്ന് വിളിക്കുന്നത്. വിശദീകരണം നടത്തുന്നില്ല. ഈ അടുത്ത നാളിൽ ഒരു മനുഷ്യൻ പങ്കുവച്ച ഒരു സംഭവം, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ഒരു ഓപ്പറേഷൻ ആവശ്യമായി വന്നു. 1 ലക്ഷം രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് അദ്ദേഹം എടുത്തു. കടം വാങ്ങി ആ കുഞ്ഞിന്റെ ഓപ്പറേഷൻ നടത്തി. 5 സെന്റ് സ്ഥലവും ഒരു ചെറിയ വീടും മാത്രമാണ് അദ്ദേഹത്തിന്റെ സമ്പാദ്യം. ഓപ്പറേഷൻ കഴിഞ്ഞ കുഞ്ഞു മരിച്ചുപോയി. 2 പെൺകുട്ടികളുമുണ്ട്. ഈ മനുഷ്യൻ അവസാനം ഇവൻ കൂലിപ്പണി എടുത്ത് കിട്ടുന്ന പണത്തിൽ നിന്ന് മാറ്റിവെച്ച് ഈ പലിശ വാങ്ങിക്കുന്ന മനുഷ്യന് പൈസ കൊടുത്തു തുടങ്ങി. എന്നാൽ ഇവൻ വാങ്ങിച്ചതിന്റെ 3 ഇരട്ടി പലിശയായി തീർന്നു. ആ മനുഷ്യന് തിരിച്ചെടുക്കാൻ വയ്യാത്തവണ്ണം, ചിന്തിക്കാൻ വയ്യാത്തവണ്ണം പലിശ പെരുകി. അവസാനം തന്റെ ഏക ആശ്രയമായി 5 സെന്റ് സ്ഥലവും ഈ വീടും വിട്ട് ആ മനുഷ്യൻ ഇറങ്ങേണ്ട ഒരു സാഹചര്യത്തിൽ ആത്മഹത്യയെ കുറിച്ച് ആ കുടുംബം ചിന്തിച്ചു. വേറെ ഒരു നല്ല മനുഷ്യൻ ആ സമയത്ത് വന്ന് ആ കുടുംബത്തെ സഹായിച്ച് ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുത്തി. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് ദിനംതോറും പത്രങ്ങളിൽ ബ്ലേഡ് മാഫിയാകൾ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ന വ്യാജേനെ അമിതമായ പലിശ വാങ്ങി ഇന്ന് ദരിദ്രനെ ചൂഷണം ചെയ്യുന്ന ആ മണ്ഡലങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിൽ നാം കാണുന്നില്ലേ? ഗൾഫിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ ലേബർ ക്യാമ്പുകളിൽ ഞാൻ പോകുമായിരുന്നു. ലേബർ ക്യാമ്പുകളുടെ ഭൂമിയിൽ ഒരു നരകമുണ്ടെങ്കിൽ ഗൾഫിലെ ലേബർ ക്യാമ്പുകളാണ്. അവിടെ പോയിട്ടുള്ള ആളുകൾക്ക് അറിയാം. ഒരു ചെറിയ മുറിക്കകത്ത് 10-20 ആളുകൾ താമസിക്കുന്ന, ഭക്ഷണമോ 20-30 പേർക്കലായിരിക്കും പലപ്പോഴും ഒരു ടോയ്ലറ്റ്. രാവിലെ
7 മണിക്ക് ജോലിക്ക് പോകണമെങ്കിൽ 4 മണി മുതൽ ഇവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കണം, ഗൾഫില് മക്കളെയും ബന്ധുമിത്രാദികളെയും ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് ദൂർത്തായി ജീവിതം നയിക്കുമ്പോൾ ചോരയാണ് അവിടെ വീഴുന്നത്. അനേക മണിക്കൂറുകൾ ആ പൊരിയുന്ന വെയിലിൽ 60 ഡിഗ്രി ചൂട് വരെ വരും. നമുക്കിവിടെ 35 ഡിഗ്രി വരുമ്പോൾ നമുക്കറിയാം അതിന്റെ വിഷമം എന്താണ്. ഇങ്ങനെ കഷ്ടപ്പെട്ട് ഒരു മനുഷ്യൻ മാനസികമായി തളർന്ന് ആ മനുഷ്യനോട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇവിടെ നിന്ന് കൊണ്ടുപോയി ഏജന്റ് 2 ലക്ഷം രൂപ വാങ്ങി, 1.5 ലക്ഷം രൂപ വാങ്ങി അവിടെ കൊണ്ടുചെന്ന് 1800 ദിർഹംസ് സാലറി കൊടുക്കാൻ 11,000 രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞ് അവിടെ ചെന്നിട്ട് 700 ദിർഹംസാണ് ശമ്പളം കൊടുക്കുന്നത്. പാസ്പോർട്ട് അവിടെ അപ്പം തന്നെ വാങ്ങിവെച്ചു. ആ മനുഷ്യന് തിരിച്ചു പോകാൻ പറ്റില്ല. ആ മനുഷ്യൻ പറഞ്ഞു, തിരുമേനി പലിശയ്ക്ക് ഒരു ബ്ലേഡിൽ നിന്ന് പലിശ എടുത്തുകൊണ്ടാണ് ഇവിടെ വന്നത്. അതിപ്പോൾ 3-4 ഇരട്ടിയായി. 4 വർഷമായി വീട്ടിൽ പോയിട്ട്. അനുഗ്രഹിക്കപ്പെട്ടവരെ, അന്യായമായി ദരിദ്രന്റെ ആ വ്യവഹാരം അല്ലെങ്കിൽ അവനോട് പിടിച്ചു വാങ്ങുന്നവൻ, അവരെ കുറിച്ച് പറയുന്നത് ആ അന്യായമായി സമ്പാദിക്കുന്ന അഗ്നിയാണെന്നാണ്. സഖായിയുടെ ജീവിതത്തിൽ അവൻ പറയുന്ന ഒരു വാചകം ശ്രദ്ധിക്കണം. എന്റെ കർത്താവേ, ഞാൻ അന്യായമായി വാങ്ങിയിട്ടുള്ളത് 4 ഇരട്ടിയായി തിരികെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഇവനും അബ്രഹാമിന്റെ പുത്രൻ ഉടമ്പടി പാലിച്ചവനായിരുന്നുകൊണ്ട് ഈ ഭവനത്തിന് നിരക്ഷയുണ്ടായി. കൊള്ള ലാഭം വാങ്ങിക്കുന്ന സമൂഹത്തിന്റെ മണ്ഡലങ്ങളാണ്. ഇതെല്ലാം സുവിശേഷമാണോ എന്ന് ചോദിക്കും. പ്രവാചകൻ പറയുന്നതാണ്. ആഹാരത്തിൽ പോലും ഇന്ന് കൊള്ളലാഭത്തിന് വേണ്ടി ഇന്ന് മായം ചേർക്കുകയാണ്. ഇന്ത്യയിൽ നിന്ന് ആകപ്പാടെ ഗോതമ്പ് വാങ്ങിക്കൊണ്ടിരുന്ന ഒരേ ഒരു രാജ്യം ഇറാഖാണ്. എന്നാൽ അതുപോലും ഇറാഖ് പോലും നിർത്തി. കാരണം ഇവിടെ നിന്നുള്ള ഗോതമ്പിൽ മായം ചേർത്തപ്പോൾ വിടുന്നു. മുളക് പൊടിയിൽ നിന്ന് പകുതി ഇഷ്ടിക പൊടിയാണെന്ന പല ആളുകളും പറയുന്നത്. 10 കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ 200 ഗ്രാം കല്ലതിൽ പൊടിച്ചു ചേർക്കുന്ന ആളുകളുണ്ടെന്നാ പറയുന്നത്. 10 കിലോയിൽ 200 ഗ്രാം വല്ലതുമാണോ? അത് 100 കിലോയാകുമ്പോൾ 2 കിലോയാകും. 1000 കിലോയാകുമ്പോൾ 20 കിലോയാകും. 10,000 കിലോയാകുമ്പോൾ 200 കിലോ കല്ല് ചേർത്തുകൊണ്ട് അവനത് വിൽക്കുകയാണ്. ഇങ്ങനെ വ്യാപാരത്തിൽ പോലും മായം ചേർക്കുന്ന, കൊള്ളലാഭമുണ്ടാക്കുന്ന അവരെ കുറിച്ച് പ്രവാചകൻ പറയുന്നു, ദരിദ്രരിൽ നിന്ന് കവർന്നെടുത്ത മുതൽ നിങ്ങളുടെ ഭവനങ്ങളിലുണ്ട്. കണ്ണൂരും കാസർഗോഡും മാറാടുമെല്ലാം ഈ രാഷ്ട്രീയത്തിന്റെ പേരിൽ പാവങ്ങളെ ചൂഷണം ചെയ്ത് എത്രയോ മക്കളെ നഷ്ടപ്പെട്ട അമ്മമാര്, എത്രയോ ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ട ഭാര്യമാര്, എത്രയോ സഹോദരങ്ങളെ നഷ്ടപ്പെട്ട സഹോദരിമാര് രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ നിന്ന് ചൂഷണത്തിന്റെ മുഖാന്തരമായിരിക്കുമ്പോൾ ഇന്നത്തെ പത്രം നിങ്ങൾ വായിച്ചതാണ്. 10 ലക്ഷം രൂപ ചോദിച്ചിട്ടത് കൊടുക്കാതെ ഒരു എഞ്ചിനീയറെ, ആരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ഒരു രാഷ്ട്രീയ നേതൃത്വം വകവരുത്തി ദാരുണമായ രീതിയിൽ കൊല ചെയ്തിരിക്കുന്ന ആ ഭീകരനാടാണ് ഞാനും നിങ്ങൾ താമസിക്കുന്ന ഈ ഭാരതം. ആ അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അടുത്ത ഒരു തിന്മ കോഴയാണ്. സാധാരണ മണ്ഡലങ്ങളിലും നീതി നടപ്പാക്കുന്നിടം വരെയും കോഴ കൊണ്ട് മൂടിയിരിക്കുകയാണ്. കോഴ വാങ്ങി കുറ്റക്കാരെ വെറുതെ വിടുന്നു. അന്യായ കൽപ്പനകൾ പുറപ്പെടുവിക്കുന്നു. അങ്ങനെ പാവങ്ങൾക്ക് നീതി നിഷേധിക്കുന്നു. എന്റെ ജനത്തിലെ ദരിദ്രന്മാരുടെ അവകാശം നിഷേധിക്കുന്നു. വിധവകളെ കൊള്ള മുതലാക്കുന്നു. പ്രവാചകൻ പറയുകയാണ്, അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹം എവിടെയാണ്? സർക്കാർ ഉദ്യോഗസ്ഥന്മാരിൽ നല്ലവരായ ഒത്തിരി ആളുകൾ, ഈ ഇരിക്കുന്നവരിലും ഒത്തിരി നല്ല സുവിശേഷം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ടെന്ന് എനിക്കറിയാം. എന്നാൽ ലോകത്തിൽ കൈക്കൂലിയും അഴിമതിയിലും 11ാമത്തെ സ്ഥാനം വരെ കിട്ടിയ രാജ്യമാണ് ഇന്ത്യയുടെ. നമ്മുടെ സർക്കാർ ഓഫീസുകൾ പലപ്പോഴും കൈക്കൂലിയുടെ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഒരു മനുഷ്യന്റെ ഓഫീസിലെ കാര്യം എന്നോട് കഴിഞ്ഞ ദിവസം പറഞ്ഞു. അവിടുത്തെ പിയൂണിന്, അത് ഏത് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഞാൻ പറയുന്നില്ല, പിയൂണിന് ഒരു എഴുത്തുകാരിൽ ഒരാളിൽ നിന്ന് കിട്ടുന്ന ഒരു ദിവസത്തെ കൈക്കൂലി 900 രൂപയാണ്. അതിലെ അവിടുത്തെ മുതിർന്ന ഉദ്യോഗസ്ഥന് കിട്ടുന്നത് 7000 രൂപ വരെ ഒരു ദിവസം കൈക്കൂലി വാങ്ങിക്കുന്ന ഒരു സംസ്ഥാനത്താണ് നാം ജീവിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥന്മാർ വരെ പതറുകയാണ്. ഒരു ഉദ്യോഗസ്ഥൻ പങ്കുവച്ച ഒരു സംഭവം, അദ്ദേഹം നല്ലൊരു ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. 1 രൂപ പോലും കൈക്കൂലി വാങ്ങിക്കാത്ത സത്യസന്ധനായ ഒരു മനുഷ്യൻ. മകൻ കോളേജിൽ പഠിക്കുകയാണ്.
ഈ മനുഷ്യൻ അദ്ദേഹം പറയുകയായിരുന്നു, ഒരു നിവൃത്തിയുമില്ലതിന് പേര് ജീവിക്കാൻ. ഈ മനുഷ്യന്റെ ഭാര്യ ഈ മനുഷ്യനോട് പറയും, മറ്റൊരു കൊച്ചിനെ കൊച്ചിയിലെ പ്രമുഖമായ ഒരു വിദ്യാലയത്തിൽ വിടണം, അതിന് ഉന്നതമായ ഒരു ക്യാപിറ്റേഷൻ കൊടുക്കണം. ഈ മനുഷ്യൻ പറഞ്ഞു, നിനക്കറിയാലോ എനിക്ക് കിട്ടുന്ന വരുമാനം എന്താണെന്ന്. മറ്റുള്ളവരെ കുത്തിപ്പിഴിഞ്ഞു വാങ്ങിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല, എന്റെ ദൈവം അതിനെ സമ്മതിക്കുകയില്ല. ഈ മോൻ വന്നേച്ച് ഈ മനുഷ്യനോട് പറഞ്ഞു, പപ്പ ഇദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന കൈക്കൂലി വാങ്ങിക്കുന്ന വേറൊരുത്തന്റെ മകനും. ആ മനുഷ്യൻ നോക്കി പറഞ്ഞു, അവന് സ്വിഫ്റ്റ് ഉണ്ട്, മാരുതി സ്വിഫ്റ്റ്. അവൻ ഇതുകൊണ്ടാണ് കോളേജിന് വരുന്നത്. എനിക്കാണെങ്കിൽ ഒരു ബൈക്ക് പോലുമില്ല, അതുകൊണ്ട് എനിക്കൊരു ബൈക്ക് വേണം. രണ്ടുപേരും ഓരോ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരുത്തൻ അമിതമായി കൈക്കൂലി വാങ്ങിക്കുന്നവൻ, ഒരുത്തൻ കൈക്കൂലി വാങ്ങാത്തവൻ. അവസാനം ഈ അപ്പൻ ഈ കൊച്ചിനോട് കുറച്ച് സാരോപദേശം നടത്താൻ നോക്കി, മോനെ അപ്പന്റെ അവസ്ഥ നിനക്ക് അറിയാലോ, പപ്പ കിട്ടുന്ന സാലറി കൊണ്ട് കുടുംബത്തിലെ കാര്യങ്ങൾ കഷ്ടി നടത്തുകയാണ്. ഉടനെ ആ കൊച്ചൻ ആ അപ്പനോട് പറയാൻ, അപ്പനൊക്കെ എന്തിനു കൊള്ളാം, കൈക്കൂലി വാങ്ങിക്കാത്ത പിതാവിനെ എന്തിനു കൊള്ളാമെന്ന് ചോദിക്കുന്ന ഒരു സംസ്കാരം. അതാണ് നമ്മുടെ മൂല്യങ്ങളുടെ അവസ്ഥ എവിടെയാണ് ആയിരിക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ടവരെ, ന്യായാധിപന്മാർ ന്യായം നടത്തുന്നത് 59 അധ്യായത്തിന്റെ 14 വരെയുള്ള വാക്യങ്ങൾ. ന്യായം തകിടം മറിക്കപ്പെടുന്നു, ധാർമ്മികത വിദൂരത്തിൽ നിൽക്കുന്നു, സത്യം പൊതുസ്ഥലങ്ങളിൽ ഇടറി വീഴുന്നു. സത്യമില്ല, ന്യായമില്ല. നിയമദേവത അന്ധതയാണല്ലോ. ന്യായാധിപന്മാരെ കുറിച്ച് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ഭാരതത്തിലെ ഒരു സുപ്രീം കോടതിയിലെ ഉന്നതനായ ജഡ്ജി പറഞ്ഞ വാക്കുകൾ, ഭാരതത്തിൽ പോലും 30% ജഡ്ജിമാർ കറപ്റ്റഡാണ്. നീതിപീഠങ്ങൾ കറപ്റ്റഡായി കഴിഞ്ഞാൽ മനുഷ്യൻ എവിടെ നിന്ന് നീതി ലഭിക്കും? മുഖപക്ഷം നോക്കി നീതി നടത്തുന്ന, കൈക്കൂലി വാങ്ങിച്ച് നീതി നടത്തുന്ന നിയമസംഹിതങ്ങൾ യെശയ്യാവിന്റെ കാലത്തെന്ന പോലെ ഈ സമൂഹത്തിലും ഇന്ന് നടമാടുകയാണ്. ശിക്ഷാ ദിവസത്തിൽ 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ശിക്ഷാ ദിവസത്തിൽ വിദൂരത്ത് നിന്ന് കൊടുങ്കാറ്റെത്തുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ സമ്പത്ത് ഇവിടെ സൂക്ഷിക്കും. അധികാരവും ശക്തിയും ഉപയോഗിച്ചുള്ള അനീതിയുടെ മറ്റൊരു മണ്ഡലം, അക്രമത്തിന്റെ മണ്ഡലം. 28-ാം അധ്യായം 10-ാം വാക്യം മുതൽ, കൽപ്പനയ്ക്ക് മുകളിൽ കൽപ്പന, ആജ്ഞയ്ക്ക് മുകളിൽ ആജ്ഞ, സൂത്രത്തിന്മേൽ സൂത്രം, കർത്താവിന്റെ വചനം ഇവിടെ അല്പം അവിടെ അല്പം. അനുഗ്രഹിക്കപ്പെട്ടവരെ, ജനത്തെ നയിക്കേണ്ട നേതാക്കന്മാരും അത് സാമൂഹ്യ മണ്ഡലങ്ങളിലും മതമണ്ഡലങ്ങളിലും ഇപ്രകാരം മാറ്റപ്പെട്ടിരിക്കുമ്പോൾ, നമുക്കറിയാം ലോക ചരിത്രത്തിൽ അധികാരങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരനെ അടിച്ചമർത്തുന്ന ഹിറ്റ്ലറെ പോലെയുള്ള ഭരണാധികാരികളെ കണ്ടെങ്കിൽ, വേദപുസ്തകത്തിൽ നാബോത്ത് എന്ന് പറയുന്ന നിർദോഷിയായവനെ കല്ലെറിഞ്ഞു കൊല്ലുന്ന ആഹാബിനെ പോലെയുള്ള ആളുകളെയും നാം പരിചയപ്പെടുന്നു. ആത്മീയ തലങ്ങൾ ദൈവിക അധികാരം ഉപയോഗിച്ച് ഇന്ന് ഇപ്രകാരം നടത്തപ്പെടുന്നുവെങ്കിൽ അതിനെയും പ്രവാചകൻ വിമർശിക്കുകയാണ്. നമ്മുടെ ഭാരതത്തില് മതസങ്കല്പത്തില് പുരുഷ സങ്കല്പവും, ആ പുരുഷ സങ്കല്പം അനുസരിച്ച് കാസ്റ്റ് സിസ്റ്റത്തെ കുറിച്ചുള്ളതായ ഒരു മെയിൻ ചിന്ത വരുന്നതാണെന്നാണ്. പുരുഷന്റെ തലയിൽ നിന്ന് ബ്രാഹ്മണനും, അവന്റെ ഷോൾഡറിൽ നിന്ന് തോളത്ത് നിന്ന് ക്ഷത്രിയനും, തുടയിൽ നിന്ന് വൈശ്യനും, പാദത്തിൽ നിന്ന് ശൂദ്രനും ഉണ്ടായി എന്ന് പറയുമ്പോൾ, ആ പുരോഹിതന്മാരെ ശ്രേഷ്ഠരായി എല്ലാത്തിനും അധിപരായി കാണുന്ന ഒരു സംഹിത. ഈ സംഹിതയിൽ പറയുന്ന ഒന്നുണ്ട്, ദേവന്മാർ മന്ത്രങ്ങൾക്ക് വിധേയരാണ്, മന്ത്രങ്ങൾ പുരോഹിതന്മാർക്ക് വിധേയമാണ്. അതുകൊണ്ട് ദേവന്മാർ പുരോഹിതന്മാരുടെ അടിമകളാണെന്ന് വരെ വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാന മണ്ഡലങ്ങൾ. അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സമൂഹത്തില് ഈ മതത്തിന്റെ അല്ലെങ്കിൽ അധികാരവും ഇതിന്റെ ആ മണ്ഡലങ്ങൾ എവിടെയാണ് നമുക്ക് കാണാം. ലോകത്തിന്റെ ഏറ്റവും വലിയ, ഞാൻ പറഞ്ഞല്ലോ, ആ അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കുന്നതിന് മുൻപ് എങ്ങനെയാണ് ഇതിന്റെ ദുരുപയോഗം അവിടെ നടന്നത് നമുക്ക് കാണാൻ. മുഹമ്മദ് അട്ട എന്ന് പറയുന്ന ആ മനുഷ്യൻ അവന്റെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിച്ച് അവൻ കടന്നു പോകുന്നതിന് മുൻപ് കുളിച്ച് വൃത്തിയായി 40 പെണ്ണുങ്ങളെ അവന് ലഭിക്കുമെന്ന ആ ചിന്തയോടുകൂടെ ശരീരം മുഴുവൻ പെർഫ്യൂം അടിച്ചുകൊണ്ട് അവൻ പോയി അത് തകർക്കുകയാണ്. വിശുദ്ധ മദ്ബഹായിൽ നിന്ന് ജനത്തെ അനുഗ്രഹിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ചില പുരോഹിതന്മാരെങ്കിലും ശാപത്തിനും ജനത്തെ അവിടെ നിന്നുകൊണ്ട് താടനവും ചെയ്യുവാനുമായി
ദുരുപയോഗം ചെയ്യുന്ന ചില സംഭവങ്ങളെങ്കിലും നമുക്ക് മറച്ചുവെക്കാൻ കഴിയില്ല. ഏതാനും ചിലരെങ്കിലും അപ്രകാരമുണ്ടെങ്കിൽ പ്രവാചകന്റെ ശബ്ദം അവരോടാണ്. അനുഗ്രഹിക്കപ്പെട്ട വാത്സല്യ സഹോദരങ്ങളെ, അധികാരവും ശക്തിയും ഉപയോഗിച്ചുകൊണ്ടുള്ള അനീതിയും അക്രമവും ദൈവം പൊറുക്കില്ല. ദൈവം അവിടെ നീതി നടപ്പാക്കും. ലോകം കണ്ടതിൽ ഏറ്റവും വലിയ ശക്തനായിരുന്നല്ലോ നെപ്പോളിയൻ. ആ നെപ്പോളിയൻ 1804 35 വയസ്സാകുന്നതിന് മുൻപ് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി. 1804 അദ്ദേഹത്തിന്റെ കിരീടധാരണം നടക്കുമ്പോൾ നോട്ടർഡാം കത്തീഡ്രൽ വെച്ച് നടക്കുകയാണ്. പയസാറാമൻ മാർപ്പാപ്പയെയും വിളിച്ചിട്ടുണ്ട്. മാർപ്പാപ്പയുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല മനുഷ്യൻ. മാർപ്പാപ്പയുടെ വണങ്ങിക്കൊണ്ട് അദ്ദേഹം അനുഗ്രഹിച്ച് കിരീടധാരണം നടത്തുന്നതാണ് പതിവ്. നെപ്പോളിയൻ തന്റെ ഭാര്യയായ ജോസഫൈനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എല്ലാവരും ആകാംക്ഷയോടുകൂടെ ആ മദ്ബഹായുടെ സൈഡിൽ ഇരിക്കുന്നവനായ ആ മാർപ്പാപ്പയിലേക്ക് ഉറ്റുനോക്കുകയാണ്. പൈസാറാമൻ മാർപ്പാപ്പയിലേക്ക്. ഈ നെപ്പോളിയൻ അദ്ദേഹത്തെ വണങ്ങി ആ ചടങ്ങ് നടക്കുമെന്ന് ചിന്തിച്ചപ്പോൾ മാർപ്പാപ്പയെ ആക്ഷേപിച്ച് പുറംതിരിഞ്ഞുകൊണ്ട്, മദ്ബഹായ്ക്കും പുറംതിരിഞ്ഞുകൊണ്ട് ഈ നെപ്പോളിയൻ ആ കിരീടമെടുത്ത് തന്റെ ഭാര്യയായ ജോസഫിന്റെ തലയിൽ വെച്ചു. എന്നിട്ട് തന്റെ തലയിലും വെച്ചു. മാർപ്പാപ്പ അവിടെ നിന്ന് ആക്ഷേപിതനായി ഇറങ്ങിപ്പോവുകയാണ്. 1810 യൂറോപ്പിലെ 6 രാജ്യങ്ങളൊഴികെ സകലം തന്നെ ഗൾഫിലാക്കിയ ആ നെപ്പോളിയൻ എന്ന് പറയുന്ന ആധികാരിയായ ചക്രവർത്തി 1815 വാട്ടർലൂ യുദ്ധത്തിൽ നെൽസനോട് ഏറ്റുമുട്ടിയവൻ പരാജയപ്പെടുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ആ മനുഷ്യനെ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ സെന്റ് ഹെലേന ദ്വീപിലേക്ക് തടവുകാരനായി കൊണ്ടുപോകപ്പെട്ടു. 6 വർഷം അവൻ തടവിൽ കിടന്നു. ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൂട്ടിലകപ്പെട്ട കഴുകനെ പോലെ ഭരണാധിക ശക്തനായ നെപ്പോളിയൻ അവിടെ കിടക്കുകയാണ്. അവസാനം 1821 അവൻ മരിച്ചു. ഫ്രഞ്ച് പടയാളികൾ വന്ന ഇംഗ്ലീഷ് പടയാളികളോട് പറഞ്ഞു, ആ കബറിടത്തിന്റെ മുകളിൽ ആ മനുഷ്യൻ കിടന്നിടത്ത് ഒരു ഫലകമെങ്കിലും അവന്റെ പേരിൽ എഴുതി വെക്കണമെന്ന് പറഞ്ഞു. വികൃതിയായ ഒരു പട്ടാളക്കാരൻ, ഇംഗ്ലീഷ് പട്ടാളക്കാരൻ, അവൻ അതിന്റെ പുറത്ത് ഇപ്രകാരം എഴുതി വെച്ചു, Here lies a man who has no name. ലോകം മുഴുവനും കീഴടക്കിയവെന്ന് അഹങ്കരിച്ച് അധികാരം ഉപയോഗിച്ചവൻ പേരില്ലാത്തവനായി സെന്റ് ഹെലേന ദ്വീപിലാക്കപ്പെട്ടുവെങ്കിൽ അധികാരവും ശക്തിയും ഉപയോഗിച്ച് മനുഷ്യൻ അക്രമങ്ങൾ പ്രവർത്തിച്ചാൽ ദൈവനീതി നടപ്പാക്കപ്പെടും. അടുത്തതായി മതജീവിതത്തെ കുറിച്ച് ഒരു കാര്യം കൂടെ പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്രായേലി മതത്തിന്റെ ആകത്തുക മോശ വഴി നൽകപ്പെട്ട കൽപ്പനകൾ. ആ 10 കൽപ്പനകളിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇവയിൽ പ്രധാനമായും ദൈവ മനുഷ്യ ബന്ധവും മനുഷ്യനും മനുഷ്യനുമായുള്ള ബന്ധവും അടങ്ങിയിരിക്കുന്നു. ഇതിൽ ദൈവത്തെ സംബന്ധിക്കുന്നത് പൂർണ്ണമായും മനുഷ്യൻ അംഗീകരിക്കും. മനുഷ്യനെ സംബന്ധിക്കുന്നത് സാമൂഹ്യ ജീവിത മാർഗരേഖയാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ സ്നേഹിക്കുക, മനുഷ്യനെ ദൈവത്തെ ആരാധിച്ച് സേവിക്കുക, മനുഷ്യനെ സ്നേഹിക്കുകയും സഹായിക്കുകയും ചെയ്യുക. ഇതിന്റെ ലംഘനം മതത്തിന്റെ അർത്ഥം ഉടമ്പടിയുടെ ലംഘനമാണ്. ദൈവാശ്രയവും നീതിബോധവും സത്യവും കരുണയുമില്ലാത്ത മതാചാരങ്ങൾ അത് പൂർണ്ണമല്ല എന്ന് പ്രവാചകൻ നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉപവാസങ്ങളിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പെരുമാറുന്നു. കൂലിക്കാലം നിങ്ങൾ മർദ്ദിക്കുന്നു. കലഹിക്കുവാനും പോരാടുവാനും ക്രൂരമുഷ്ടി കൊണ്ട് ഇടിക്കുവാനും ഉപവസിക്കുന്നു. തലയെ ഞാങ്ങണ പോലെ കുനിക്കുന്നതും ചാക്കിലും ചാരത്തിലും കിടക്കുന്നതുമാണോ ഉപവാസം? അന്യായ ബന്ധനങ്ങൾ അഴിക്കുക, മുഖത്തിന്റെ അമിക്കയറുകൾ പൊട്ടിക്കുക, വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കുവെക്കുക, ദരിദ്രനെ സ്വീകരിക്കുക. അപ്പോൾ നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും, കർത്താവ് നിന്നെ നയിക്കും. 58-ാം അധ്യായത്തിന്റെ 3 മുതൽ 11 വാക്യങ്ങൾ. പരിശുദ്ധ സുറിയാനി സഭയുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ക്രമീകരണങ്ങളും പോലെ ശ്രേഷ്ഠമായ ഒന്ന് ലോകത്തൊരിടത്തും ഉണ്ടാവുകയില്ല. സുറിയാനി സഭക്കാരനായതുകൊണ്ട് പറയുന്നതല്ല. ലോകത്തെ സകല സഭകളും ഇന്ന് കഴിഞ്ഞ വർഷം ഭാരതത്തിലെ സുറിയാനി സീറോ മലബാർ സഭ, സുറിയാനി സഭയിലെ പഴയ പാരമ്പര്യം അനുസരിച്ച് മാമോദീസായോടുകൂടെ കുഞ്ഞുങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ കൊടുക്കുന്ന ആ രീതി തിരിച്ചു കൊണ്ടുവരണമെന്ന് പോലും പറയുമ്പോൾ ഇതെല്ലാം ശ്രേഷ്ഠമായി നിൽക്കുന്ന ഒരു സഭയുടെ ആ പൈതൃകമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ആചാരങ്ങളിലും എല്ലാം അടങ്ങിയിരിക്കുന്നുണ്ട്.
എന്നാൽ ഇതിന്റെ മറുവശത്തെ കുറിച്ച് നോമ്പും ഉപവാസവും മതജീവിതവും അത് മുകളിൽ പറഞ്ഞ നീതി നിഷേധത്തിലും സത്യമില്ലായ്മയിലും കരുണയില്ലാത്തതുമായി തീർന്നാൽ അത് അപൂർണമാണെന്ന് നമ്മുടെ പിതാക്കന്മാർ പഠിപ്പിക്കുന്നില്ലേ? നോമ്പിലെ വ്യാഴാഴ്ചത്തെ 9-ാം മണി നമസ്കാരം വലിയ നോമ്പല്ലേ? പാടാൻ പറ്റിയ സമയമല്ല, എന്നാലും ഞാനത് പാടാൻ നോക്കാം. നോമ്പേൽപ്പോനെ ദീനന്നു വിളിച്ചെന്നും നൽകൂ ഓറ്റോപിഞ്ചൻ നിങ്ങുവരാനായി കാത്തിടാതെ ഇതില്ലാത്ത ഒട്ടും നേരം നാഥൻ നിന്നെ കാത്തിടുമെന്നുള്ളൊരു വാഴ്മൊഴിയാൽ പുണ്യം നേരാം നൽകിയിട്ടേവം ചൊന്നാൽ നിന്നെ നിന്ദിച്ചിടാ പാലി പോന പാലി പോനാലെന്നവനറിയാം നിന്നെ കാണും. നിന്റെ അടുക്കൽ വരുന്നൊരു ദരിദ്രനോട് ദൈവം നിന്നെ സഹായിക്കുമെന്ന് നിനക്ക് നിവൃത്തിയുണ്ടായിട്ട് നീ പറഞ്ഞുവിട്ടാൽ എവിടെ നിന്നാണ് നന്മ വരുന്നതെന്ന് നിന്നേക്കാൾ അവൻ അറിയാവുന്ന പിതാക്കന്മാർ പഠിപ്പിക്കുകയാണ്. ആ പിതാക്കന്മാരുടെ നോമ്പിന്റെ ആത്മീയ തലങ്ങളും സാമൂഹ്യ തലങ്ങളും ചേർത്തുകൊണ്ടുള്ളതായ പ്രാർത്ഥനകൾ നോമ്പും ഉപവാസവും ശരീര ആത്മമനസ്സുകളുടെ നിയന്ത്രണത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടവരെ ചില ആളുകൾ പറയും നോമ്പ് നോക്കിയിട്ട് എന്ന കാര്യം, ഭക്ഷണം ഉപേക്ഷിച്ചുകൊണ്ട് എന്ന കാര്യം, അത് നോക്കാൻ പറ്റാത്ത വാക്കുകളാണ് പറയുന്നത്. വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അറിയാം മനുഷ്യ ജീവിതത്തിലേക്ക് പാപം കടന്നു വരുന്നത് ഭക്ഷണത്തിലൂടെയാണ്. ആ ഭക്ഷണത്തിലൂടെ കടന്നു വന്ന പാപം ഭക്ഷണത്തിന്റെ വർജനത്തിലൂടെയും ഉപേക്ഷണത്തിലൂടെയും മനുഷ്യന്റെ രക്ഷയ്ക്ക് മുഖാന്തരമായി തീരുന്നത് കൊണ്ടാണ് നമ്മുടെ പിതാക്കന്മാര് ആ ഭക്ഷണവർജനം ഇതിന്റെ ഒരു അഭേദ്യ ഘടകമായി ക്രമീകരിച്ചിരിക്കുന്നത്. അതിന്റെ നിയന്ത്രണവും വർജനവും അതിലൂടെ പാപത്തിന് മുഖാന്തരമായി തീർന്നുവെങ്കിൽ അതിന്റെ വർജനത്തിലൂടെയും അതിന്റെ നിയന്ത്രണത്തിലൂടെയും രക്ഷയുടെ പാതയിലേക്ക് വരുവാൻ സഹായമായി തീരുകയാണ്. കണിയാമ്പറമ്പൽ അച്ഛൻ എപ്പോൾ ചെന്ന ആളുകളോട് ചോദിക്കും, പലരോടും ചോദിക്കും, നിങ്ങൾക്ക് PhD ഉണ്ടോ എന്ന് ചോദിക്കും. സാധാരണക്കാരിൽ ഞാൻ ചോദിക്കും മോനെ PhD ഉണ്ടോ എന്ന് ചോദിക്കും. ആളുകളൊക്കെ അത്ഭുതപ്പെടുക, അച്ഛൻ എന്താ ഈ പറഞ്ഞത്? എന്നിട്ട് അച്ഛൻ പറയും, അച്ഛൻ പൊതുവെ സരസനാണല്ലോ, പ്രഷർ, ഹാർട്ട്, ഡയബറ്റിക്. അതില്ലാത്ത ആളുകൾ ഇന്ന് കേരളത്തിൽ വളരെ ചുരുക്കമാണെന്നാണ്. വിശദീകരിക്കാൻ സമയമില്ല. നമ്മുടെ ആഹാര രീതി മനുഷ്യന് ജീവൻ നിലനിർത്തുവാനും മനുഷ്യന്റെ രക്ഷയ്ക്കുമായിട്ടും കാന്തരമായി തീർന്നിരിക്കുന്ന ആഹാരത്തിലൂടെ മനുഷ്യൻ ഇന്ന് രോഗിയും മരണത്തിന് കാരണവുമായി തീരുകയാണ്. അവിടെയാണ് ഉപവാസത്തിന്റെ അർത്ഥതലങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടത്. ഉപവാസം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇന്ന് ആളുകൾ ഒത്തിരി പാശ്ചാത്യർ അനുകരിക്കുകയാണ്. അത് മതപരമായ ഘടകമായിട്ടല്ല, മറിച്ച് അതിന്റെ ഹെൽത്ത് റീസൺസ്. ആ ഉപവാസം ഇന്ന് അനുഷ്ഠിക്കുമ്പോൾ നോമ്പും ഉപവാസവും അത് പാലിക്കപ്പെടുന്നത് കൊണ്ടുള്ളതായ അർത്ഥതലങ്ങൾ അവഗണിക്കാതെ തന്നെ അതിനോട് ചേർന്ന് നടത്തപ്പെടേണ്ടതായ കാര്യങ്ങൾ ചില ആളുകളുണ്ട്. എല്ലാ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിക്കും, നോമ്പ് നോക്കും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വിശുദ്ധ കുർബാന പോയി കുർബാന അനുഭവിക്കും. എന്നിട്ട് വീട്ടിൽ വന്ന് രോഗിയായി കിടക്കുന്ന അമ്മായി അമ്മയ്ക്ക് ഒരു തുള്ളി വെള്ളം കൊടുക്കൂല. അവർക്ക് ഉപവസിച്ചതിന് കുഴപ്പമില്ല, ഈ പാവത്തിനിട്ടത്തിന് അങ്ങനെ ചെയ്യട്ടെ. ഇതുപോലെ തന്നെ അമ്മായിയമ്മമാരുടെ എവിടെ ധ്യാനയോഗമുണ്ടോ അവിടെ എല്ലാം എത്തും. വീട്ടിൽ വന്ന് കാണിക്കുന്ന അക്രമങ്ങൾ, ഇതാണ് പ്രവാചകൻ പറയുന്നത്. ഈ കപടമുഖം മാറ്റിക്കളയാനാ പറയുന്നത്. സുറിയാനി സഭയുടെ ഉപവാസവും പ്രാർത്ഥനയും ആത്മീയ ആഹാരമായി ക്രമീകരിച്ചിരിക്കുമ്പോൾ വേറെ ചില ആളുകളുണ്ട് ഇതിൽ അഹങ്കരിക്കും. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് കൂടുതൽ അടുക്കുന്നുവെന്ന ബോധ്യം വരുമ്പോൾ ചില ആളുകൾ ആത്മീയ അഹങ്കാരികളായി മാറും. ചില ഗ്രൂപ്പുകൾ അത് രൂപപ്പെടുകയാണ്. അങ്ങനെയുള്ള ആളുകൾ സ്വന്തം കുടുംബത്തിലുള്ളവരോട് പോലും മിണ്ടൂല. ചില ആളുകൾ ബാക്കിയുള്ളവരെല്ലാം തങ്ങള് വിശുദ്ധിയുടെ പാരമ്പര്യത്തിയിരിക്കുന്ന വിശുദ്ധന്മാരും ബാക്കിയുള്ളവരെല്ലാം പാപികളുമാണെന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയാണ്. വേറെ ചില ആളുകൾ വേദപുസ്തകം കക്ഷത്തിൽ നിന്ന് എടുക്കൂല. ദൈവവചനം എന്തു പറഞ്ഞാലും ദൈവവചനം വിശുദ്ധ കുർബാന പോലും പൂർത്തീകരിക്കുന്നതിന് മുൻപ് ഈ വചനത്തിന് വേണ്ടിയുള്ള ആഹാരത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. എന്ത് പറഞ്ഞാലും ആ സ്ഥാനത്തുമെല്ലാം ഇതിന് ദുരുപയോഗം ചെയ്യും. അഭിയുന്ന ശ്രേഷ്ഠ ബാബായുടെ പിതാക്കന്മാരുടെ അനുവാദത്തോടെ ഒരു തമാശ സംഭവം പറയുകയാണ്.
വേദപുസ്തകത്തിൽ നിന്ന് വിശാലിനെ പോലെ ഉദ്ധരിച്ചുകൊണ്ട് ആത്മീയ നിറവോടുകൂടി നടക്കുന്നു പറയുന്ന ആളുകള് ശ്രദ്ധിക്കണം. ഒരു മനുഷ്യരുടെ സ്ഥലത്ത് ധ്യാനം കൂടാൻ പോകും. ധ്യാനം കഴിഞ്ഞ ആ മനുഷ്യൻ തിരിച്ചു വരുമ്പോ ആ മനുഷ്യൻ അദ്ദേഹം കുറെ ഈ പോസ്റ്ററുകൾ കൊണ്ടുവന്നു. ദൈവവചനം അസ്ഥാനത്ത് പ്രയോഗിക്കുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണം. പോസ്റ്ററുകൾ കൊണ്ടുവന്ന് അടുക്കളയിൽ കൊണ്ടുവന്ന് അവരോട് ഒട്ടിച്ചു. അവിടെ ഒട്ടിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ അവിടെ പോയി എനിക്ക് ഒത്തിരി മാറ്റമൊക്കെ വന്നു, നല്ല കാര്യം. പക്ഷെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോ വീട്ടിൽ ഒരു വേലക്കാരത്തി ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പായും കിടക്കയൊക്കെ എടുത്തുകൊണ്ട് പോവാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ആ വീട്ടിലെ ഇദ്ദേഹത്തിന്റെ ഭാര്യ ഒന്ന് ചോദിച്ചു, നിനക്ക് എന്നാ പറ്റി, എങ്ങോട്ട് പോവാ? ചേച്ചി, ഞാൻ ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും നിൽക്കൂല, എന്നാ പ്രശ്നം? അപ്പൊ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രശ്നം മനസ്സിലായത്. അടുക്കളയിൽ കൊണ്ടുപോയി അദ്ദേഹം ഒരു പോസ്റ്റർ ഒട്ടിച്ചു. മാർത്തയെ നീ വലതിനെ കുറിച്ച് വിചാരപ്പെടുന്നു, മറിയോ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു. നല്ല മനോഹരമായ പോസ്റ്റർ ഇവരുടെ ബെഡ്റൂമിൽ ഒട്ടിച്ചു. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിന്റെ അലങ്കാരമാകുന്നു. പക്ഷേ വേലക്കാരുടെ മുറിയിൽ ഒട്ടിച്ചത് വിശദമായി പോയി. നിന്റെ യജമാനൻ എപ്പോൾ വരുന്നു അറിയാതെ കൊണ്ട് ഉണർന്നിരിപ്പിരിക്കും പോലെ. ദൈവവചനമാണെങ്കിൽ അസ്ഥാനത്തായി കഴിഞ്ഞാൽ അത് തോന്നിവാസം പോലെ ഉപയോഗിക്കാനുള്ളതല്ല. ആത്മീയ നിറവിലെന്നും പറഞ്ഞുകൊണ്ട് വിശുദ്ധ ആരാധനയെ സംബന്ധിക്കാൻ, കുടുംബ അല്ലെങ്കിൽ വിശുദ്ധ കുർബാന അനുഭവിക്കാതെ വചനത്തിനു വേണ്ടി ഓടുകയും കപട ആത്മീയത കൊണ്ട് നടക്കുമ്പോൾ പ്രവാചക ശബ്ദം നമ്മോടാണ്. ഞാൻ അവസാനിപ്പിക്കുന്ന 2-3 കാര്യങ്ങൾ കൂടെ പറയാനുള്ളത്, അത് പിന്നീട് സന്ദർഭത്തിൽ പറയാം. അവസാനമായി പാപബോധമില്ലായ്മ, അതാണ് പ്രവാചകൻ കാണുന്ന ഏറ്റവും വലിയ ആ പ്രശ്നം എന്ന് പറയുന്നത്. ആ പാപബോധമില്ലായ്മ പ്രവാചകന്റെ ദർശനത്തിൽ, ആ പാപബോധമില്ലെങ്കിൽ അനുതാപം ഉണ്ടാവുകയില്ല. അനുതാപമില്ലെങ്കിൽ രക്ഷയുണ്ടാവുകയില്ല. നന്മയെ തിന്മയായും തിന്മയെ നന്മയായും കാണുന്ന ഒരവസ്ഥാവിശേഷം പലപ്പോഴും നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ പാപബോധമില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ തന്റെ നന്മയെക്കുറിച്ച്, താനായിരിക്കുന്ന തിന്മയെക്കുറിച്ച് അവൻ അനുദവിക്കാൻ പോലും മനസ്സില്ലാതെ മനുഷ്യൻ ജീവിക്കുമ്പോൾ അനുദവിക്കുവാൻ ലഭിക്കുന്ന സന്ദർഭങ്ങളാണ് പ്രവാചകന്മാരുടെ ശബ്ദം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത്. ആന്റണി ഡി മെല്ലോ എന്ന് പറയുന്ന ആ ചിന്തകൻ പറയുന്നത് പോലെ അനുദവിക്കാത്ത മനുഷ്യൻ ഒരു തവളയെ പോലെയാണെന്നാണ് അവൻ പറയുന്നത്. അദ്ദേഹം പറയുന്നത്, ഒരു തവളയെ പിടിച്ച് ഒരു പാത്രത്തിൽ വെള്ളത്തിലിട്ട് കഴിഞ്ഞ് അത് പതുക്കെ പതുക്കെ ആ വെള്ളം ചൂടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ തവളയെ ആ പാത്രത്തിൽ കിടന്ന് ആ വെള്ളത്തിന്റെ ഊഷ്മാവും ശരീരത്തിൽ സ്വീകരിച്ച അവസാനം വെന്ത് ഇഴുകി ആ വെള്ളവുമായി അലിഞ്ഞു ചേർന്നാലും അവൻ അതിൽ നിന്ന് പുറത്തു ചാടാൻ തോന്നുകയില്ല. പാപബോധമില്ലാതെയുള്ള മനുഷ്യൻ പാപത്തിന്റെ ഒഴുകിക്കിടക്കുമ്പോൾ അവസാനം അതിൽ കിടന്ന് നശിക്കുന്നു. വേറെ ചില ആളുകൾ തങ്ങളുടെ പാപങ്ങൾ മാത്രം ശരിയെന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവവചനത്തെയോ ദൈവത്തിന്റെ അരുളപ്പാടുകളെയോ മറ്റുള്ളവരെയോ ശ്രദ്ധിക്കാതെ ചില ആളുകൾ തങ്ങളുടെ തിന്മയുടെ മാർഗമാണ് ശരിയെന്ന് ചിന്തിച്ച് മറ്റുള്ളവർക്ക് ആ പ്രശ്നമെന്ന് ചിന്തിക്കും. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. ഒരു മനുഷ്യന്റെ അവസ്ഥയെ കുറിച്ച് ഒരു മനുഷ്യന് മാനസിക രോഗം പിടിപെട്ടു. അവന്റെ ചിന്ത അവൻ എലിയാണ്. ഈ മനുഷ്യൻ ആശുപത്രിയിൽ ചെന്നു, ചികിത്സ തുടങ്ങി. അവസാനം 1 മാസം കഴിഞ്ഞപ്പോ ഡോക്ടർ ഔഷധം എഴുതി മനുഷ്യനോട് ചോദിച്ചപ്പോ ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ഡോക്ടറെ എല്ലാം ഒരു പ്രശ്നമില്ല, ആരാണ് തോന്നുന്നത്? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ മനുഷ്യൻ. ഉറപ്പാണോ? ഉറപ്പാ ഡോക്ടറെ, എന്താ സംശയമല്ല? ഡോക്ടർ പറഞ്ഞു, വീട്ടിൽ പോകണം. ഈ മനുഷ്യൻ ബാഗുമെല്ലാം എടുത്ത് റോഡിലേക്ക് ഇറങ്ങി. റോഡിൽ ചെന്ന മനുഷ്യൻ ആ പോയതിന്റെ 4 ഇരട്ടി വേഗത്തിൽ തിരിച്ച് ഡോക്ടറുടെ അടുത്തേക്ക് ഓടിക്കേറി വന്നു. ഡോക്ടർ ചോദിച്ചു, എന്നാ പറ്റിയെന്ന് ചോദിച്ചു. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ഡോക്ടർ ഒന്നും പറയണ്ട, വഴി ചെന്നിരുന്ന് അവിടെ ഒരു പൂച്ച നിൽക്കുന്നു. ഡോക്ടർ ചോദിച്ചു, പൂച്ച അവിടെ നിൽക്കുന്നെങ്കിൽ ഇയാൾക്കെന്താ? ഇയാൾ എലിയല്ലല്ലോ. ഉടനെ ആ മനുഷ്യൻ പറഞ്ഞു, ശരിയാ, ഡോക്ടർ പറഞ്ഞു ശരിയാ, ഞാൻ എലിയല്ല എന്നുള്ളത് എനിക്കും അറിയാം, ഡോക്ടർക്കും അറിയാം, പക്ഷെ അത് പൂച്ചയ്ക്ക് അറിയാൻ പറ്റില്ലല്ലോ. ഇതുപോലെയാണ് പലപ്പോഴും പ്രശ്നം എവിടെയാണെന്ന്. നമ്മുടെ പാതകൾ അത് മാനസാന്തരത്തിനും പശ്ചാത്താപത്തിനും അനുതാപത്തിനുമുള്ള മേഖലകൾ ഏതെല്ലാമെന്ന് കണ്ടെത്തുവാൻ ശ്രമിക്കാതെ മനുഷ്യൻ ആത്മീയമായി അധപ്പതിച്ച് പശ്ചാത്തപിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ പ്രവാചകന്റെ വിലാപ ശബ്ദം നമ്മോടാണ്. ഞാൻ അവസാനിപ്പിക്കട്ടെ. പ്രവാചകൻ പറയുന്നു, ഇരുളിന്റെ മാർഗങ്ങളിൽ നിന്ന് പ്രകാശത്തിൽ നമുക്ക് നടക്കാം. ആ പ്രകാശം എന്താണെന്നുള്ളത് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15:17 ദൈവമാണ് നമ്മുടെ പ്രകാശം.
സങ്കീർത്തനം 27 സങ്കീർത്തനം 1 വാക്യം, യഹോവ എന്റെ പ്രകാശവും എന്റെ രക്ഷയുമാകുന്നു. യഹോവയായ ദൈവത്തെ പ്രകാശമായി, വെളിച്ചമായി, മിന്നലായി, അഗ്നിയായി പഴയ നിയമം ചിത്രീകരിക്കുമ്പോൾ യെശയ്യാ പ്രവാചകന്റെ 9 വാക്യത്തിൽ ഇപ്രകാരം നാം കാണുന്നു: ഇരുളിൽ നടന്ന ജനം വലിയൊരു പ്രകാശം കണ്ടു. മത്തായിയുടെ സുവിശേഷം 4 13-14 വാക്യങ്ങളിൽ ആ ഇരുളിൽ ഇരുന്ന ജനം പ്രകാശം കണ്ടതായി ചിത്രീകരിച്ച് ആ പ്രകാശമായി ദൈവത്തിന്റെ പുത്രനായി ബേത്ലഹേമിൽ ജനിച്ച് കാൽവരിയിൽ മരിച്ച് പ്രകാശപൂരിതനായി ഉയർത്തെഴുന്നേറ്റ എന്റെയും നിങ്ങളുടെയും രക്ഷിതാവായ ആ കർത്താവായ യേശുക്രിസ്തുവാണ് നമ്മുടെ പ്രകാശം. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 8 വാക്യത്തിൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. 1 യോഹന്നാൻ 2:8 വെളിച്ചത്തിലേക്ക് വരിക, വെളിച്ചത്തെ തിരിച്ചറിയുക, ആ വെളിച്ചത്തിൽ നടക്കുക. കർത്താവാണ് നമ്മുടെ പ്രകാശം. ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ ആ പ്രകാശമാകുന്ന കർത്താവ് വരുമ്പോൾ അന്ധകാരം മായുന്നു, ദുഃഖവും പാപവും നിരാശയും ഓടിയെടുക്കുന്നു, ആകുലതകളും ഭിന്നതകളും മാറി നിത്യമായ സമാധാനം നമ്മുടെ ജീവിതത്തിലേക്കും ഭവനത്തിലേക്കും സഭകളിലേക്കും സമൂഹത്തിലേക്കും വരുന്നു. നമ്മെ മാറോട് ചേർക്കാൻ പ്രവാചക ശബ്ദം ഇപ്രകാരമെല്ലാം അത് ആഹ്വാനം ചെയ്യുമ്പോഴും ആ വിലാപത്തിന്റെ മധ്യത്തിൽ നമ്മോട് പറയുന്നു, യഹോവയായ ദൈവത്തിന്റെ ശബ്ദം രക്ഷിക്കുവാൻ കഴിയാത്തവണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ലല്ലോ. പെറ്റമ്മ ഉപേക്ഷിച്ചാലും ഞാൻ നിങ്ങളെ ഉപേക്ഷിക്കില്ല. വീണ്ടെടുക്കുവാൻ തക്കവണ്ണം, ഇരിക്കാതിരിക്കുവാൻ തക്കവണ്ണം എന്റെ കൈ കുറുകിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആ മക്കളുടെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്ന് കരുണയോടെ നമ്മെ രക്ഷിക്കുവാനുള്ള നമ്മുടെ ദൈവത്തിന്റെ ശബ്ദമായി പ്രവാചക ശബ്ദം നമുക്ക് കേൾക്കാം. പുത്തൻകുരിശ് പട്ടണത്തിൽ നിന്ന് പാത്രിയാർക്കാ സെന്ററിലേക്ക് വരുവാൻ ഒരു വഴിയുണ്ട്. ആ വഴി തിരിച്ചറിയണം. ഒന്നാമത് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ആ വഴിയിലൂടെ നടക്കാൻ പറ്റില്ല. തിരിച്ചറിഞ്ഞതുകൊണ്ട് മാത്രം പാത്രിയാർക്കാ സെന്ററിൽ എത്തിച്ചേരില്ല. ആ വഴിയിലൂടെ നടക്കുവാൻ നമുക്ക് സാധിക്കണം. വഴിയാകുന്ന ക്രിസ്തു, ഞാൻ ലോകത്തിന്റെ വെളിച്ചം, ഞാൻ തന്റെ വഴിയും സത്യവും ജീവനുമാകുന്ന വെളിച്ചത്തിന്റെ കർത്താവ് പ്രവാചകനിലൂടെ എന്റെ മക്കളെ കടുംചുവപ്പായിരുന്നാലും നിങ്ങളുടെ പാപങ്ങൾ ഹിമം പോലെ ഞാൻ വെളുപ്പിച്ച് നിങ്ങളെ മാറോട് ചേർക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സ്നേഹം നമ്മെ മാടി വിളിക്കുമ്പോൾ നമുക്ക് എഴുന്നേൽക്കാം, നമുക്ക് പ്രകാശിക്കാം. നിന്റെ പ്രകാശം വന്നിരിക്കുന്നു. പാപത്തോട് യാത്ര പറയാം. കർത്താവിന്റെ തേജസ്സിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. മറ്റു ജനതകളെ ആ പ്രകാശത്തിലേക്ക് ക്ഷണിക്കാം. സാക്ഷ്യത്തോടെ ലോകരക്ഷിതാവായ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിച്ച്, നമ്മുടെ ഭവനങ്ങളിൽ സ്വീകരിച്ച്, പാപത്തെ വിട്ട് ഉപേക്ഷിച്ച് ദൈവത്തോട് ചേർന്ന് കർത്താവായ പ്രകാശത്തിൽ ചരിക്കുവാൻ തക്കവണ്ണം അന്ധകാരത്തെ ഉപേക്ഷിച്ച് നമ്മുടെ ദൈവത്തോട് നമുക്ക് ചേരാം. പുകയുന്ന മനസ്സിൽ തണുവായി വന്നൻ അരികേയിരിക്കുന്ന നീശോ. പുകയുന്ന മനസ്സിൽ തണുവായി വന്നൻ അരികേയിരിക്കുന്ന നീശോ. എൻ കരൾ വിങ്ങി കരയുമ്പോഴും ഞാനറിയാതെ തളരുമ്പോഴും, എൻ കരൾ വിങ്ങി കരയുമ്പോഴും ഞാനറിയാതെ തളരുമ്പോഴും, മൃദുസ്നേഹത്തിൻ വിരലോടെ എൻ മിഴിനീരു തുടയ്ക്കുന്നവൻ, എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ.
മുറിവിൽ കാരുണ്യമൂറും തൈലം പകർന്നിടുന്നീശോ. വിങ്ങുന്ന മുറിവിൽ കാരുണ്യമൂറും തൈലം പകർന്നിടുന്നീശോ. എന്നിട നെഞ്ചു പിടയുമ്പോഴും എന്റെ പാദങ്ങൾ ഇടറുമ്പോഴും, എന്നിട നെഞ്ചു പിടയുമ്പോഴും എന്റെ പാദങ്ങൾ ഇടറുമ്പോഴും ഞാൻ വീഴാതെ ബലമേകുവാൻ അലിവോടെ താങ്ങുന്നവൻ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാണീശോ. ഇരുളലമോടുമീ വഴിയോരങ്ങളിൽ മെഴുതിരിനാളമായിടുന്നീശോ. കുളിരലയായി തഴുകുന്നീശോ. എന്റെ ജീവന്റെ ജീവനാണീശോ, എന്റെ ആത്മാവിൻ നാഥനാ